Good morning. Good morning, everyone. ഇന്നലത്തെ ഏരിയ ഒക്കെ നോക്കിയായിരുന്നോ? അതോ ക്ലാസ് കേട്ടു നേരെ അടച്ചു വെച്ചോ? പ്ലേസ് ഓഫ് സപ്ലൈ നോട്ട്സ് ഞാൻ അയച്ചുതരാം കേട്ടോ. ഞാൻ അയച്ചിട്ടില്ല, ഞാൻ അയച്ചോളാം. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സിന്റെ കേസ്, രണ്ട് കേസും പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ നോക്കും? ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ നോക്കും? എങ്ങനെയാടാ? ഇമ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ഇമ്പോർട്ട് ചെയ്തതാണെങ്കിൽ സപ്ലൈ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിലും ഇൻട്രസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. റിസീവ് ചെയ്ത ആളുടെ പ്ലേസ് അല്ലെ? അപ്പൊ ലൊക്കേഷൻ ഓഫ് ഇമ്പോർട്ടർ. ഓക്കെ, എക്സ്പോർട്ട് ആണെങ്കിലോ ഇന്ത്യക്ക് പുറത്തുള്ള ലൊക്കേഷൻ എവിടെയാണോ ഈ എക്സ്പോർട്ട് ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ അല്ലെ? അതാണ് സെക്ഷൻ 11 പഠിച്ചത്. സെക്ഷൻ 10(1) എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ? ഉണ്ടല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ്, ടെസ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാ? ഇല്ലല്ലോ? ഏയ് ഒക്കെ മോശമല്ലേ? അപ്പോ ചെയ്യണ്ട, നമുക്കിപ്പോ ചെയ്യാം. Mr. C of Chennai received purchase order from Mr. H of Hyderabad for want of commercial goods. Now supply involves movement of goods by supplier from Chennai to Hyderabad in a truck by road. അല്ലേ? എന്താ മനസ്സിലായത്? മിസ്റ്റർ സിക്ക് മിസ്റ്റർ എച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി അല്ലേ? ആണല്ലോ. അപ്പോ ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് റോഡ് വഴി ട്രക്കിലാണ് സാധനം അയക്കുന്നത്. ചെന്നൈയിൽ നിന്ന് അതാ ലോറിയിൽ ഗുഡ്സ് ഒക്കെ കയറ്റി ഹൈദരാബാദിലോട്ട് കൊണ്ടുപോയി. ഇതിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? പറ, പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? എടോ, ചെന്നൈയിൽ നിന്ന് ഒരു സാധനം ഹൈദരാബാദിലോട്ട് അയച്ചു. ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ആ, ബാക്കിയുള്ളവര് ഉറപ്പിക്കാൻ പറ്റുമല്ലോ അല്ലെ? ഹൈദരാബാദ് ആണല്ലോ. അപ്പൊ എന്താ അവിടെ നോക്കുക? ഡെസ്റ്റിനേഷൻ അല്ലെ? ആണോ? ആണോ? ഓക്കെ, എൻഡിങ് പോയിന്റ് അല്ലേ നോക്കുക? ഏതാണോ എൻഡിങ് പോയിന്റ് അത്. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഹൈദരാബാദ്. അപ്പൊ ഏതായിരിക്കും GST അവിടെ? ചെന്നൈ ടു ഹൈദരാബാദ് ആകുമ്പോ ഏതായിരിക്കും GST? സപ്ലയറുടെ ലൊക്കേഷൻ ചെന്നൈ ആണ്, പ്ലേസ് ഓഫ് സപ്ലൈ ഹൈദരാബാദ് ആണ്. ഏത് GST ആപ്ലിക്കബിൾ ആവുക? IGST. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ സി ചെന്നൈ, മിസ്റ്റർ എച്ച് ബ്രാഞ്ച് ഓഫീസ് വിജയവാഡ, ഹൈദരാബാദ് ഹെഡ് ഓഫീസ്. അപ്പൊ
എങ്ങനെയാണ്? മിസ്റ്റർ സി ചെന്നൈയിലുള്ള ആളാണ്. റിസീവ്ഡ് പർച്ചേസ് ഓർഡർ ഫ്രം മിസ്റ്റർ എച്ച് ഓഫ് ഹൈദരാബാദ്. ഹൈദരാബാദിൽ നിന്ന് ഒരു പർച്ചേസ് ഓർഡർ കിട്ടി. എന്തിന്? കുറച്ച് ഗുഡ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. നൗ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ ചെന്നൈ ടു ഹൈദരാബാദ്. സപ്ലയർ ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഗുഡ്സ് അയക്കണം. പക്ഷേ ഹൈദരാബാദിന്റെ നിർദ്ദേശപ്രകാരം ഈ സാധനം എന്ത് ചെയ്തു? എച്ച് വിജയവാഡയിലുള്ള ഹൈദരാബാദിന്റെ ബ്രാഞ്ച് ഓഫീസിലോട്ട് അയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്. ഓക്കെ. ബൈ വേ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ, ലോറി റെസിപ്റ്റ്, LR കോപ്പി വെച്ചിട്ട് നമ്മൾ അത് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതാ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ? നമ്മൾ ഏതാന്നാ പറഞ്ഞേ? ഹൈദരാബാദ് തന്നെയാണോ? എന്തുകൊണ്ട്? ആ കേസിൽ എന്താ നോക്കുക? തേർഡ് പേഴ്സൺ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണെങ്കിൽ തേർഡ് പേഴ്സണ് ഒരു സാധനം അയക്കുകയാണ്, നമ്മളെ നിർദ്ദേശപ്രകാരം തേർഡ് പേഴ്സൺ ഒരു സാധനം അയക്കുകയാണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആരുടെ ആണോ, അല്ലെ? പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആരുടെ ആണോ അയാള് ആരുടെ പേരിലാണോ ബില്ല് അടിക്കുക അയാളുടെ പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇനി ഇതേ കേസ് തന്നെ, അത് ഇത്രേ ഉള്ളൂ. ഹൈദരാബാദ് IGST ആണ് ലെവി ചെയ്യുക. ഇനി സപ്ലയർ ഡെലിവേഴ്സ് ഗുഡ്സ് ടു എ പ്രിൻസിപ്പൽ ഓൺ ഡയറക്ഷൻ ഓഫ് ഏജന്റ്. ഏജന്റിന്റെ നിർദ്ദേശപ്രകാരം ഗുഡ്സ് പ്രിൻസിപ്പലിന് അയച്ചു കൊടുക്കുന്നു. ഏജന്റ് മധുരയാണ്, ചെന്നൈയാണ് സ്ഥലം. കണ്ടുല്ലേ? ആൻസർ കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്വാഭാവികം. ഇനി മിസ്റ്റർ എച്ച് ഹൈദരാബാദ്. അപ്പൊ ഈ കേസിൽ ഹൈദരാബാദ് ആണോ? മധുരയല്ലേ? അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഒരു മൂന്നാമത് ഒരാളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരാൾക്ക് സാധനം കൊടുക്കുകയാണെങ്കിൽ ആ മൂന്നാമത്തെ ആള് ആരാണോ അയാള് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സപ്ലയർ, നിങ്ങൾ റെസിപ്പിയന്റ്, നിങ്ങൾക്ക് എന്നോട് സാധനം അയക്കാൻ പറഞ്ഞത് മറ്റൊരാളാണെങ്കിൽ ആ ആളുടെ ഏത് ഈ അയക്കാൻ പറഞ്ഞ ആളുടെ പ്ലേസ് ഓഫ് ബിസിനസ് ആണ് അവിടെ എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത കേസ്, എയും ബിയും കേരളയിലുള്ള ആൾക്കാരാണ്. ബി എയുടെ ഷോപ്പിലേക്ക് വന്നു. എയും ബിയും കേരളയിലുള്ള ആളാണ്. ബി എയുടെ ഷോപ്പിലേക്ക് വന്നു. എ ഗുഡ്സ് ബിക്ക് കൊടുത്തു. ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? മൂവ്മെന്റ് ഉണ്ടോ? ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ടോ? ഗുഡ്സിന് മൂവ്മെന്റ് ഇല്ലെങ്കിൽ എവിടെ വെച്ചാണോ സാധനം ഡെലിവറി ചെയ്യുന്നത് ആ പ്ലേസ് അല്ലെ? അപ്പൊ ഈ കേസിൽ ഏതാ? കേരള. കേരള ആകുമ്പോ അവിടെ ഏതാ GST വരിക? ലൊക്കേഷൻ ഓഫ് സപ്ലയറും കേരള, പ്ലേസ് ഓഫ് സപ്ലൈയും കേരള.
അപ്പൊ SGST CGST അത്രേ ഉള്ളൂ. പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? കേരള. SGST CGST ആണ് ലീവ് ചെയ്യുക. ഇനി Mrs. Karina Limited incorporated in Mumbai and on a godown in Chennai. Mr. M of Mumbai approached Mrs. Karina Limited of Mumbai for purchase of goods lying in godown at Chennai. Mr. M further informs that he does not want delivery of goods in Mumbai. Mrs. Karina Limited issues invoice for sale of goods in Mumbai. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മുംബൈയിലുള്ള ഒരാള് ചെന്നൈയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗോഡൌൺ ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, മുംബൈയിലുള്ള M എന്ന് പറഞ്ഞ ആള് ഈ മുംബൈയിലുള്ള കരീന ലിമിറ്റഡിനോട് എന്ത് പറഞ്ഞു? അയാളുടെ ചെന്നൈയിലുള്ള ഗുഡ്സ് എനിക്ക് തരാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ മിസ്റ്റർ M ഒന്നും കൂടെ പറഞ്ഞു, എന്ത്? എനിക്ക് ഈ ഗുഡ്സ് മുംബൈയിൽ എത്തിച്ചു തരണ്ട, എനിക്ക് ഈ ഗുഡ്സ് മുംബൈയിൽ എത്തിച്ചു തരണ്ട. ഓക്കെ, ഞാൻ ചെന്നൈയിൽ തന്നെ കളക്ട് ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ബില്ല് മുംബൈയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മുംബൈയിൽ ഒരു സ്ഥലമുണ്ട്, എനിക്ക് തന്നെ ചെന്നൈയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോ നിങ്ങൾക്കും മുംബൈയിൽ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് മുംബൈയിലൊരു എന്തുണ്ട്? സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ചെന്നൈയിലുള്ള ഗുഡ്സിന് എന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണം. അപ്പൊ നിങ്ങൾ എന്നെ സമീപിച്ചു, ആ ചെന്നൈയിലുള്ള ഗുഡ്സ് എനിക്ക് തരൂ, അത് എനിക്ക് ഡയറക്ട്ലി ഡെലിവർ ചെയ്ത് തരണ്ട, ഞാൻ അവിടുന്ന് കളക്ട് ചെയ്തോളാം. അപ്പൊ ഏതാ പ്ലേസ് ഓഫ് ഡെലിവറി? ചെന്നൈ അല്ലെ? അപ്പൊ ചെന്നൈ ആണ് അവിടെ എന്ത് വരിക? എന്ത് വരിക? പ്ലേസ് ഓഫ് സപ്ലൈ. കരീന ലിമിറ്റഡ് ഇൻവോയ്സ് എവിടെ ഇഷ്യൂ ചെയ്യുന്നത്? മുംബൈയില് അല്ലേ? മുംബൈ അല്ലേ കരീന ലിമിറ്റഡിന്റെ പ്ലേസ്? അപ്പൊ അവിടെ ഏത് GST വരിക? മുംബൈ ടു ചെന്നൈ. പ്ലേസ് ഓഫ് സപ്ലയർ മുംബൈ, പ്ലേസ് ഓഫ് സപ്ലൈ ചെന്നൈ, IGST വരും. അത്രേ ഉള്ളൂ. Mr. M directs to Mrs. Karina to deliver the goods at Chennai. ഗോഡൌൺ ചെന്നൈയിലാണ്, M ചെന്നൈയിൽ കളക്ട് ചെയ്തോളായിരുന്നു. ശരിക്കും M മുംബൈയിലാണ്, കരീന മുംബൈയിലാണ്. പ്ലേസ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ചെന്നൈ, IGST ആണ് ചുമത്തുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി Mr. X Limited has a place of business in Chennai, being a non-banking financial corporation, given an asset under financial lease to Mrs. ABC Limited of Chennai. എന്താ പറഞ്ഞത്? മിസ്റ്റർ എക്സിന് ചെന്നൈയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. മിസ്റ്റർ എക്സിന് ചെന്നൈയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബീങ് an NBFC, given an asset under financial lease to Mrs. ABC Limited of Chennai. ABC ലിമിറ്റഡിന് ഫിനാൻഷ്യൽ ലീസിൽ ഒരു അസറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അസറ്റ് ABC ലിമിറ്റഡ് അയാളുടെ ഫാക്ടറിയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഹൈദരാബാദുള്ള അയാളുടെ ഫാക്ടറിയിലാണ് ഈ അസറ്റ് ഉപയോഗിച്ചിരുന്നത്. ഈ ലീസ് പീരീഡ് അവസാനിച്ചപ്പോൾ, നമ്മളെ ലീസ് 2 കൊല്ലമായിരുന്നെങ്കിൽ ആ 2 കൊല്ലം അവസാനിച്ചപ്പോൾ ഈ അസറ്റ് എന്ത് ചെയ്തു? ABC ലിമിറ്റഡ് വാങ്ങി. ഒരു നോമിനൽ എമൗണ്ടിന് എന്ത് ചെയ്തു? ABC ലിമിറ്റഡ് അങ്ങ് വാങ്ങി. അപ്പൊ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ടോ? ഗുഡ്സിന് മൂവ്മെന്റ് ഇല്ലല്ലോ. ലീസ് കഴിഞ്ഞു, ആ ഗുഡ്സ് ഹൈദരാബാദിൽ നിന്ന് ഗുഡ്സ് ഹൈദരാബാദിൽ നിന്ന് തന്നെ നമ്മളിന്ന് വാങ്ങല്ലേ ചെയ്തേ? ഒരു നോമിനൽ എമൗണ്ടിന് നമ്മളിന്ന് വാങ്ങല്ലേ ചെയ്തേ? അപ്പൊ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ?
ഹൈദരാബാദ് അല്ലെ? മനസ്സിലാവാത്തവരുണ്ടോ ആരെങ്കിലും? ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ. ഞാൻ ചെന്നൈയിലായതിന് എന്റെ പ്ലേസ് ഓഫ് ബിസിനസ് ചെന്നൈയിലാണ്. ഓക്കെ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങളിപ്പോ തൽക്കാലം കേരളയിലാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ തമിഴ്നാട്, നിങ്ങൾ കേരള. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ ലീസിന് ഒരു ഗുഡ്സ് വാങ്ങി. ഓക്കെ, ഒരു അസറ്റ് എന്ത് ചെയ്തു? ഒരു മെഷീനറി വാങ്ങി എന്ന് വിചാരിക്കാം, ഒരു മെഷീൻ. എന്നിട്ട് ആ ലീസിന്റെ പീരീഡ് കഴിഞ്ഞപ്പോ, നിങ്ങൾ അത് 2 കൊല്ലത്തിനാണ് ലീസിന് വെച്ചതെന്ന് വിചാരിച്ചോ. എന്റെ കയ്യിൽ നിന്ന് ഒരു മെഷീനറി വാങ്ങി, അതിന്റെ ലീസ് പീരീഡ് 2 കൊല്ലാന്ന് വിചാരിച്ചോ. ആ 2 കൊല്ലം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ കയ്യിൽ നിന്ന് ആ മെഷീനറി അങ്ങ് വാങ്ങി. അപ്പൊ ആക്ച്വലി മെഷീനറി ഇപ്പൊ എവിടാണ്? നിങ്ങളുടെ കയ്യിലാണ് അല്ലേ? അല്ലേ? ആണല്ലോ. അതെവിടാണ്? കേരള. ഇനി ഞാൻ ഇത് വാങ്ങുന്നത് അതേ ഗോഡൌൺ, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ തന്നെയാണ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, നിങ്ങൾ ആ ലീസ് പീരീഡ് കഴിഞ്ഞപ്പോ ആ ഹൈദരാബാദ് ഇരിക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ സാധനം ഒരു നോമിനൽ എമൗണ്ടിന് എന്ത് ചെയ്യാണ്? എന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പൊ അവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാ? അവിടെ ഡെലിവറി സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? മൂവ്മെന്റ് സംഭവിക്കുന്നില്ല എങ്കിൽ എന്തായിരുന്നു? എവിടെയാണോ ആക്ച്വൽ ഡെലിവറി നടന്നത് ആ സ്ഥലം അല്ലെ? അപ്പൊ ഈ കേസിൽ നിങ്ങളുടെ കേരളയിലുള്ള ഫാക്ടറിയിലാണല്ലോ ഈ മെഷീനറി ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെയാ? ചെന്നൈ. അപ്പൊ ചെന്നൈ ടു കേരള, അപ്പൊ ഏതാ? ചെന്നൈ ടു കേരള ഏതാ? IGST. അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ ഹൈദരാബാദ് തന്നത്. ഹൈദരാബാദ് IGST. ഹൈദരാബാദ് IGST. Since there is no movement of goods from one place to another. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മിസ്റ്റർ ഡി ന്യൂഡൽഹിയിലാണ്. ഓക്കെ, മിസ്റ്റർ ഡി ന്യൂഡൽഹിയിലാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ഓർഡർ ഓൺ മിസ്റ്റർ ഡൽഹി ഓഫ് ന്യൂഡൽഹി. മിസ്റ്റർ ഡൽഹിക്ക് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇടാ. ഇല്ല, ഇത്രേ ഉള്ളൂ. കൺഫ്യൂഷൻ ഒന്നുമില്ല. മിസ്റ്റർ ഡിയും മിസ്റ്റർ ഡൽഹിയും അല്ലേ? മിസ്റ്റർ ഡി ന്യൂഡൽഹിയിലുള്ള ആളാണ്. ഓക്കെ, മിസ്റ്റർ ഡി ന്യൂഡൽഹിയിലുള്ള ആളാണ്. മിസ്റ്റർ ഡൽഹി ഓക്കെ, അത് അയാളുടെ പേരാണ്. മിസ്റ്റർ ഡൽഹി ന്യൂഡൽഹിയിലുള്ള ആളാണ്. അപ്പൊ എന്ത് ചെയ്തു? മിസ്റ്റർ ഡൽഹിക്ക് എന്ത് കൊടുത്തു? ഒരു ഓർഡർ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? AC ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ? ചെന്നൈയില്. ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. മിസ്റ്റർ ഡൽഹിക്ക്, മിസ്റ്റർ ഡിയും മിസ്റ്റർ ഡൽഹിയും രണ്ടും ഡൽഹിയിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇനി മിസ്റ്റർ ഡൽഹിക്ക് എന്ത് കൊടുത്തു? അയാളുടെ ചെന്നൈയിലുള്ള ഫാക്ടറിയിലെ AC ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എന്ത് കൊടുത്തു? ഓർഡർ കൊടുത്തു. ഓക്കെ, ഇനി ഈ ഓർഡർ കൊടുത്ത ആള് മിസ്റ്റർ ഡി എന്ത് ചെയ്തു? ഇൻഡോറും ഔട്ട്ഡോർ യൂണിറ്റും സെറ്റ് ഓഫ് പ്ലഗും ഇലക്ട്രിക് കേബിളും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും എല്ലാ ഐറ്റവും ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് അത് ചെന്നൈയിൽ എത്തിച്ചു. ഓക്കെ, എല്ലാ ഐറ്റവും ചെന്നൈയിൽ എത്തിച്ചു. ഈ ഐറ്റം ഡൽഹി എവിടെ വെച്ചിട്ടാണ് അസംബിൾ ചെയ്തത്? ചെന്നൈയിൽ വെച്ചിട്ടാണ് അസംബിൾ ചെയ്തത്. ഡൽഹി ആളുടെ പേരാണ് കേട്ടോ, സ്ഥലമല്ലേ, കൺഫ്യൂഷൻ വേണ്ടേ. ഡൽഹി
ചെന്നൈയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? അസംബിൾ ചെയ്തത്, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇത് ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? മിസ്റ്റർ ഡൽഹി ഓഫ് ന്യൂഡൽഹി. വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെ? വേറെ വല്ല പേര് വിട്ടൂടെ? ആ, അപ്പോ ക്ലിയർ? ചെന്നൈ അല്ലേ? അപ്പൊ ഡൽഹി ടു ചെന്നൈ, പ്ലേസ് ഓഫ് സപ്ലയർ ഡൽഹി ടു ചെന്നൈ ഏതാ? ഏതാ GST? IGST. ചെന്നൈ, ഡൽഹി, IGST. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ വന്നാൽ എഴുതൂലേ? ഇതൊക്കെ ഒന്നും കൂടെ നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ, സിനിമ അല്ല കേട്ടോ, ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ ഗോയിങ് ഫ്രം ചെന്നൈ ടു കൊച്ചിൻ, ചെന്നൈയിൽ നിന്നും കൊച്ചിനിലോട്ട് പോവാണ്. അപ്പോ മെസ്സേഴ്സ് എക്സ് ലൊക്കേറ്റഡ് ഇൻ ചെന്നൈ ഹാസ് സപ്ലൈഡ് ദ ഫുഡ് വിച്ച് ആർ ഗിവൺ ടു പാസഞ്ചേഴ്സ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം. എന്ത് ചെയ്തു? കൊച്ചിയിലുള്ള മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? ഫുഡ് പാസഞ്ചേഴ്സിനുള്ളത് കൊടുത്തു. ഓക്കെ, ദ ഫുഡ് passengers food packets are loaded at Chennai Central Station. ഇത് ചെന്നൈയിൽ വെച്ചിട്ടാണ് ഈ ഗുഡ്സ് ലോഡ് ചെയ്തത്. അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ചെന്നൈ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇന്നലത്തെ ക്ലാസ്സിന് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോ റെക്കോർഡിങ്സ് കേട്ടില്ലായിരുന്നു സാറിൽ? എത്ര ഉള്ളൂ? ഒരു സാധനം നമ്മള് എന്താ പറയാ, ട്രെയിനിലോ എയർക്രാഫ്റ്റിലോ ഒക്കെ നമുക്ക് തരുന്ന ഫുഡ്, അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ? അപ്പോ ആ ഐറ്റംസ് ഒക്കെ എവിടെ നിന്നാണോ ലോഡ് ചെയ്തത്, അല്ലാതെ ഇപ്പൊ ഫ്ലൈറ്റില് നമുക്ക് ഓരോ സമയത്ത് തരുന്ന ഫുഡിന് ആ ഏതൊക്കെ ലൊക്കേഷനാന്ന് നോക്കിയിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടപടിയാവോ? അല്ലല്ലോ. അപ്പൊ ഈ സാധനം എവിടെ വെച്ചാണോ ഫ്ലൈറ്റിൽ കയറ്റിയത് അല്ലെങ്കിൽ ട്രെയിനിൽ കയറ്റിയത്, ആ സ്ഥലമാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ആ സ്ഥലമാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ? ഓക്കെ അല്ലേ? ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോ. മിസ്റ്റർ സി ചെന്നൈയിലുള്ള ഒരാളാണ്. അയാൾ എന്ത് ചെയ്തു? സ്പൈസ് ജെറ്റ് എയർലൈൻസ് ചെന്നൈ ഡൽഹി ടു മുംബൈ പറക്കുന്ന സ്പൈസ് ജെറ്റ് എയർലൈൻസ്. ഓക്കെ, സ്പൈസ് ജെറ്റ് എയർലൈൻസ് ചെന്നൈയിലുള്ളതാണ്, പക്ഷെ അത് പറക്കുന്നത് ഡൽഹി ടു മുംബൈ ആണ്. ഓക്കെ, ഈ ഗുഡ്സ് എയർക്രാഫ്റ്റിൽ കയറ്റിയത് ഡൽഹിയിലാണ്. അപ്പൊ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ഡൽഹി. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓരോന്നും ചോദിക്കുമ്പോ സിമ്പിൾ ആണല്ലേ? കൂട്ടം തെറ്റി ചോദിച്ചാലോ? ഇനി ഇതാണ് എനിത്തിങ് നോട്ട് കവേർഡ് അണ്ടർ സബ്സെഷൻ എ ടു ഇ സെക്ഷൻ 10 സബ്സെഷൻ 1 ഓഫ് IGST ആക്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ 5 കാറ്റഗറി അല്ലാത്ത എന്തുണ്ടെങ്കിലും അത് GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് മാനർ ആണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ മാനർ. ഓക്കെ, ഇതിൽ പറയാത്തതൊക്കെ ഭാവിയിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ GST കൗൺസിൽ പറയുന്ന രീതിയിൽ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ
ഇമ്പോർട്ട് ഇൻ ടു ഇന്ത്യ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ഇമ്പോർട്ടർ, എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സർവീസസ്. Place of supply in case of services. അപ്പോ സെക്ഷൻ 12-13 ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. എന്താണ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്? ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് എന്താ? സപ്ലൈ നടത്തുന്നത് ഒരു പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നാണെങ്കിൽ, എന്ത് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തപ്പോ നമ്മൾ പ്ലേസ് ഓഫ് ബിസിനസ് പറഞ്ഞിട്ടുണ്ടാവും, ഇതാണ് എന്റെ പ്ലേസ് ഓഫ് ബിസിനസ്, ഇവിടെ വെച്ചാണ് എന്റെ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുക. രജിസ്ട്രേഷനിൽ നമ്മൾ പ്ലേസ് ഓഫ് ബിസിനസ് മെൻഷൻ ചെയ്യണം. അപ്പോ ആ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണോ ആ പ്ലേസ് ഓഫ് ബിസിനസ്, രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്ത പ്ലേസ് ഓഫ് ബിസിനസ് എങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏതാണ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്? ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ പെന്ന് വാങ്ങാണ്. ഓക്കെ, ഞാൻ എന്റെ സ്വന്തം പ്ലേസ് ഓഫ് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് GST ഡിപ്പാർട്ട്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? കേരളയിലെ ഇന്ന സ്ഥലം, ഫോർ എക്സാമ്പിൾ കോട്ടക്കൽ ആണെന്ന് വിചാരിച്ചോ. കോട്ടക്കൽ അറിയോ? അറിയില്ലല്ലോ. അപ്പോ ഇത്രേ ഉള്ളൂ, കോട്ടക്കലാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ആണെങ്കിൽ കോട്ടക്കലിലെ ഇന്ന സ്ഥലമാണ് എന്റെ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചാണ് ഞാൻ ഈ പെന്ന് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ അതാണ് എന്റെ ലൊക്കേഷൻ. ഓക്കെ. ഇനി സർവീസിന്റെ കേസ് ആവുമ്പോഴും പ്ലേസ് ഓഫ് സപ്ലൈ അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ അല്ല. പ്ലേസ് ഓഫ് സപ്ലൈയും ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈയും ഗുഡ്സിന് മൂവ്മെന്റ് ഇല്ല, ഞാൻ കോട്ടക്കൽ വെച്ച് തന്നെ തരുമ്പോ ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, അതും ഓക്കെ. ഇപ്പൊ നമ്മൾ പറയുന്നത് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. നേരത്തെ പറഞ്ഞത് ഗുഡ്സ്, ഇനി എന്താ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. ഇപ്പോ നിങ്ങളുടെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് വന്നു, നിങ്ങളുടെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് വന്നു. അപ്പൊ ഞാനത് ശരിയാക്കി തരുന്നത് എന്റെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നാണെങ്കിൽ, ഓക്കെ, സർവീസ് സെന്ററുകളൊക്കെ അല്ലേ, ഞാൻ എന്റെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നാണെങ്കിൽ അതാണ് എന്റെ സപ്ലയറുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാടാ ഇത് കാണുക? പ്ലേസ് ഓഫ് സപ്ലൈ കാണാം, ലൊക്കേഷൻ ഓഫ് സപ്ലയറും ഐ മീൻ ഇൻട്രാസ്റ്റേറ്റ് ആണോ ഇന്റർസ്റ്റേറ്റ് ആണോ എന്ന് എങ്ങനെ കാണാം? ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും അല്ലെ, രണ്ടും സെയിം ആണെങ്കിൽ ഇൻട്രാ, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ ഇന്റർ അല്ലേ? മനസ്സിലായോ? അപ്പൊ അത് കാണുമ്പോൾ ഏതാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. സപ്ലൈ നടത്തിയത് എന്റെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നാണോ എങ്കിൽ അതാണ് എന്റെ പ്ലേസ് ഓഫ് ബിസിനസ്, ഐ മീൻ ലൊക്കേഷൻ. ഓക്കെ, ആ പ്ലേസ് ഓഫ് ബിസിനസ് ആണ് എന്റെ ലൊക്കേഷൻ. ഇനി സപ്ലൈ നടത്തുന്നത് എന്റെ തന്നെ മറ്റേതെങ്കിലും ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നാണെന്ന് വിചാരിച്ചോ. എന്റെ തന്നെ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്ന വേറൊരു ബിൽഡിംഗ്, ഓക്കെ, അതാണ് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അങ്ങനെ മറ്റേതെങ്കിലും ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നാണോ എന്റെ സപ്ലൈ നടക്കുന്നത്, അങ്ങനെ ആണെങ്കിൽ ഏതാവും? സ്വാഭാവികമായിട്ടും ആ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതായിരിക്കും എന്റെ ലൊക്കേഷൻ. ഓക്കെ, ഒന്നുകിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത പ്ലേസ് ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ എന്റെ തന്നെ മറ്റേതെങ്കിലും ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇനി ഒന്നിലധികം സ്ഥലത്താണ് ഇത് നടക്കുന്നതെങ്കിലോ?
ഒന്നിലധികം സ്ഥലത്താണ് കിടക്കുന്നതെങ്കിലോ? പ്ലേസ് ഓഫ് ബിസിനസ്സിലും ഉണ്ട്, ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റിലും ഉണ്ടെങ്കിൽ ഏതാണോ ഈ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് മോസ്റ്റ് ഡയറക്ട്ലി കൺസേൺഡ് ആയി കിടക്കുന്ന സ്ഥലം, ഓക്കെ, ഏതിൽ നിന്നാണോ മോസ്റ്റ് ഡയറക്ട്ലി കൺസേൺ ആയി കിടക്കുന്ന സ്ഥലം, അതാണ് എന്റെ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. അത് ചോദിക്കൊന്നുമില്ല കേട്ടോ, ഈ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് ചോദിക്കൊന്നുമില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അപ്പൊ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്റെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നാണോ സപ്ലൈ നടക്കുന്നത്, അവിടെ നിന്നാണോ ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ലൊക്കേഷൻ. അല്ല എന്റെ തന്നെ മറ്റേതെങ്കിലും ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ, ആ ലൊക്കേഷൻ. ഇനി രണ്ടും ഉണ്ടെങ്കിൽ ഏതാണോ ഡയറക്ട്ലി കൺസേൺഡ് ആയി നിൽക്കുന്നത്, ആ ലൊക്കേഷൻ. ഓക്കെ. ഇനി സപ്ലൈ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ എവിടെയാണോ സപ്ലയറുടെ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, എവിടെയാണോ സപ്ലയറുടെ ആക്ച്വൽ സ്ഥലം, അതായിരിക്കും എന്ത്, ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. ഓക്കെ. വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, നമ്മുടെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്, എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ഏരിയയിലോട്ട് പോവാം. ജനറൽ പ്രൊവിഷൻ. നോർമലി നമ്മൾ ഇനി പറയാൻ പോകുന്ന, ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 1 to 5, അതേപോലെ ഈ കേസിൽ 12, 3 to 14, 3 മുതൽ 14 വരെയുള്ള ഏരിയാസ് നമുക്ക് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്നതാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഇങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ മുഴുവൻ എങ്ങനെയായിരിക്കും, ഒന്നുകിൽ അത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ സപ്ലൈ ചെയ്തു കൊടുത്തത്. ഓക്കെ. ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചു, സപ്ലയറും റെസിപ്പിയന്റും ഇന്ത്യയിലുള്ള കേസ് ആണല്ലോ സെക്ഷൻ 12. ഓർമ്മ ഉണ്ടല്ലോ? സപ്ലയറും റെസിപ്പിയന്റും ഇന്ത്യയിലുള്ള കേസ് അല്ലെ? സെക്ഷൻ 13 എന്തായിരുന്നു? സെക്ഷൻ 13 എന്തായിരുന്നു അപ്പോ? ആരെങ്കിലും ഒരാള് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെ, സപ്ലയറോ റെസിപ്പിയന്റോ ഔട്ട്സൈഡ് ഇന്ത്യ, ഓർമ്മ ഉണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇന്ത്യയിലുള്ള കേസാണ്. അതിൽ ഒരു 12 സബ്സെക്ഷൻ 3 മുതൽ 12 സബ്സെക്ഷൻ 14 വരെയുള്ള കാര്യങ്ങൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ ഇന്നതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇല്ലാത്ത ഒരു സപ്ലൈ ആണ് നടക്കുന്നത് എങ്കിൽ അത് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത്, ഞാൻ കൊടുക്കുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഞാൻ വിൽക്കുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, അപ്പൊ ഏതായിരിക്കും അവിടെ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്, ഐ മീൻ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ പ്ലേസ് അല്ലെ? ഞാൻ വിൽക്കുമ്പോ ആരാണോ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ആള് രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ പ്ലേസ്. ഓക്കെ. ഇത് സർവീസിന്റെ കേസാട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? റെഡിയാണോ? ഓക്കെ. ഇനി സപ്ലൈ രജിസ്റ്റേർഡ് പേഴ്സണ് വേണ്ടിയിട്ടല്ല ചെയ്തതെന്ന് വിചാരിച്ചോ. ഞാൻ സപ്ലൈ ചെയ്തത് രജിസ്റ്റേർഡ് ആൾക്കല്ല, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്റെ റെക്കോർഡിൽ, ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് സപ്ലൈ ചെയ്തു തരാണ്, ഞാൻ നിങ്ങൾക്കാണ് സർവീസ് ചെയ്തു തരുന്നത്. ഓക്കെ. എന്തെങ്കിലും ഒരു സർവീസ് ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്ത് തരേ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ. ഞാൻ എന്തെങ്കിലും സർവീസ് ചെയ്തു തരികയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് അല്ല എങ്കിൽ
ഏതായിരിക്കും എടുക്കുക? എന്റെ ബുക്കില് നിങ്ങളുടെ അഡ്രസ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ എന്റെ അഡ്രസ് തന്നെ. ഓക്കെ ആണോ? സപ്ലയർ റെസിപ്പിയന്റിന് നൽകുമ്പോൾ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ രജിസ്റ്റേർഡ് അഡ്രസ്, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് അല്ല എങ്കിൽ സപ്ലയറുടെ ബുക്കിൽ റെസിപ്പിയന്റിന്റെ അഡ്രസ് ഏതാണോ അത്. ഇനി റെസിപ്പിയന്റിന് അഡ്രസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ഏതാ? അങ്ങനെയാണെങ്കിൽ ഏതാണോ? സപ്ലയറിന്റെ. അത്രേ ഉള്ളൂ. ഇതാണ് ജനറൽ പ്രൊവിഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 12 സബ്സെക്ഷൻ 3 മുതൽ 14 വരെ പെടാത്ത കാര്യങ്ങൾ ഫുള്ള് ഏതിൽ വരും? ഇതിൽ വരും. ഓക്കെ ആണല്ലോ? റെഡിയാണോ? ഓക്കെ, അപ്പൊ ഇതാണ് ജനറൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. റെഡി? ഇനി നമ്മൾ പറഞ്ഞല്ലോ 12 സബ്സെക്ഷൻ 3 മുതൽ 12 സബ്സെക്ഷൻ 14 വരെ. 12 സബ്സെക്ഷൻ 3 മുതൽ 12 സബ്സെക്ഷൻ 14 വരെ ആ റെസ്പെക്റ്റീവ് പ്രൊവിഷനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കാണേണ്ടതെന്ന് പറഞ്ഞു. ഇനി അല്ല എങ്കിൽ 12 സബ്സെക്ഷൻ 3 മുതൽ 14 വരെയുള്ള കാര്യങ്ങളല്ല എങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ എങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ, രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ ഏതാണോ അത്. അല്ല എങ്കിൽ റെസിപ്പിയന്റിന്റെ അഡ്രസ് റെക്കോർഡിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ സർവീസ് റെസിപ്പിയന്റിന്റെ അഡ്രസ് ലൊക്കേഷൻ. ഇല്ല എങ്കിൽ സപ്ലയറുടെ സർവീസിന്റെ ലൊക്കേഷന്റെ, സർവീസ് പ്രൊവൈഡറുടെ ലൊക്കേഷൻ. അത്രേ ഉള്ളൂ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ ആണല്ലോ? ഇനി ഇത്രേ ഉള്ളൂ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് തന്നെ നടന്നാലും, ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. നമ്മളെ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല ചോദിക്കാം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെന്നെ നടന്നു കഴിഞ്ഞാലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യയിലാണോ എന്ന് നോക്കുക. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നതാണെങ്കിൽ അത്. ഓക്കെ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ. എന്ത് ഇന്ത്യക്ക് പുറത്താണ് പറയുന്നത്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് കേട്ടോ. സത്യോ? സത്യോ? അതിന്റെ എക്സാമ്പിള് ഇപ്പൊ റെഡിയാക്കാം. വർഷം ഒരു മിനിറ്റ്. ഇത്രേ ഉള്ളൂ. ഞാനേ ഏതൊക്കെയാണ് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഡയറക്ട്ലി വരുന്ന സർവീസസ് ആദ്യം നോക്കാം. ആർക്കിടെക്ട് ഓക്കെ, ആർക്കിടെക്റ്റിന്റെ സർവീസസ്. അതേപോലെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എന്തോ ഒരു സ്റ്റെപ്പ് ഉണ്ട്, സം പ്രോബ്ലം. ഓക്കെ, അപ്പൊ
ആർക്കിടെക്റ്റിന്റെ സർവീസ്, അതേപോലെ ഇന്റീരിയർ ഡെക്കറേറ്റർ, സർവേയർ, എഞ്ചിനീയർ, അതേപോലെ മറ്റെന്തെങ്കിലും എക്സ്പേർട്ട്, റിലേറ്റഡ് എക്സ്പേർട്സ് ആണ് കേട്ടോ, എക്സ്പേർട്സ് അല്ലേ, എക്സ്പേർട്സ്. ഓക്കെ, എനി സർവീസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് ഗ്രാൻഡ് ഓഫ് റൈറ്റ് ടു യൂസ്, ഉപയോഗിക്കാനുള്ള അവകാശം, അതേപോലെ ക്യാരിങ് ഔട്ട് ഓർ കോർഡിനേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്. അങ്ങനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു എക്സ്പേർട്ട് സർവീസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് ഉണ്ടാക്കണം. ഓക്കെ, വീട് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ITC കിട്ടുമോ? ഒന്നാമത്തെ ചോദ്യം, വീട് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ITC കിട്ടുമോ? വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ആണെങ്കിൽ കിട്ടുമോ? എവിടെ നമ്മൾ പഠിച്ചേ? ഏതില? വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഓൺ പ്രോപ്പർട്ടി, ഏതിലാ പഠിച്ചത്? പിന്നെ ഇൻപുട്സ് ആൻഡ് സർവീസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഓൺ പ്രോപ്പർട്ടി എക്സെപ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിച്ചില്ലേ? അത് ഏതിലായിരുന്നടാ? എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഏതിലാന്ന് ഓർമ്മയില്ല. അതാണോ? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അഭിജിത്തെ ശരിയാണ്, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ഓക്കെ, ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ, ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടി ചോദിച്ചതാട്ടോ, വേറൊന്നുമില്ല. ഇനി അപ്പോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും വീട് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഇന്റീരിയർ ഡിസൈനോ അല്ലെങ്കിൽ ആർക്കിടെക്ട് സർവീസോ എഞ്ചിനീയറുടെ സർവീസോ എന്തെങ്കിലും അതുപോലെ എക്സ്പേർട്ടിന്റെ എന്തെങ്കിലും സർവീസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയാണോ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ആർക്കിടെക്റ്റ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് പറയാണ്, നിങ്ങളോട് ഞാൻ പറയാണ് എന്റെ ബിൽഡിംഗ് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, കേരളയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട്, നിങ്ങൾ തമിഴ്നാടുള്ള ആൾക്കാരാന്ന് വിചാരിച്ചു, അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്ത് തരണം, ഇതൊന്ന് ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്ത് തരണം. ഓക്കെ, മനസ്സിലായോ? ഇന്റീരിയർ ഡെക്കറേഷൻ, ഈ ഇന്റീരിയർ ഡിസൈൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്റീരിയർ ഡിസൈൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ അവിടെ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ഏതായിരിക്കും? അതെ, നിങ്ങളുടെ സ്ഥലമല്ല, എവിടെയാണോ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലം. ഓക്കെ, ഇനി ഇന്ത്യയുടെ പുറത്താണെങ്കിലോ? ഇന്ത്യയുടെ പുറത്താണെങ്കിൽ നിങ്ങളുടെ സ്ഥലം, സോറി എന്റെ സ്ഥലം, ഞാനല്ല റെസിപ്പിയൻ, നിങ്ങൾ സപ്ലയർ ആയിരുന്നില്ലേ? ആണല്ലോ. ഞാൻ പറഞ്ഞ കേസ് അങ്ങനെയല്ലടാ, ഞാനായിരുന്നില്ല റെസിപ്പിയന്റ്, ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എന്റെ സ്ഥലം ക്ലിയർ ആണോ? ആർക്കൊക്കെ ഡൗട്ട് ഉണ്ടല്ലോ അല്ലേ? കുറച്ച് ചെറുതായിട്ട്, ചെറിയ തോതിൽ. അതോ മൊത്തം ഡൗട്ടോ? പറ, ഓപ്പണായി പറ. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എന്ത് ഔട്ട്സൈഡ് ഇന്ത്യയുടെ പറയുന്നത്? നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വന്നാ പോരെ, മതിയല്ലോ. ഓക്കെ ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഞാൻ അക്കോമഡേഷൻ, എന്ത്
ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഞാൻ അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കാന്ന് വിചാരിച്ചോ, ഹോട്ടൽ, ഇന്ന്, ഗസ്റ്റ് ഹൗസ്, ഹോം സ്റ്റേ, ക്ലബ്ബ്, ക്യാമ്പ് സൈറ്റ്, ഇങ്ങനെ എന്ത് പേരിലാണോ വിളിക്കാൻ പറ്റുന്നത് ആ പേരിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലും സെയിം പ്രൊവിഷൻ ആണ്. ഓക്കെ, താമസ സൗകര്യം ഒരുക്കുക എന്ന് പറയില്ലേ, അതും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അത്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്, ആരാണോ സർവീസ് റെസിപ്പിയന്റ് അയാളുടെ ലൊക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ അക്കോമഡേഷൻ കൊടുക്കുകയാണ് എന്തെങ്കിലും പരിപാടി നടത്താൻ വേണ്ടിയിട്ട്, എന്ത് മാരേജ് ആയിക്കോട്ടെ, റിസപ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒഫീഷ്യൽ, സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, ബിസിനസ് ഫംഗ്ഷൻ എല്ലാം. ഇതേപോലെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അക്കോമഡേഷൻ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതും സെയിം തന്നെ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഇതിനോട് ഡയറക്ട്ലി വരുന്ന സർവീസസിനെയാണ് ആൻസിലറി സർവീസ് എന്ന് പറയുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ പ്ലേസ് ഓഫ് സപ്ലൈ തന്നെയാണ് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, പ്രോബ്ലം ചെയ്യാം, ഡൗട്ട് ക്ലിയർ ആവട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ കേസസ് ഇതാണ് കേട്ടോ. മിസ്റ്റർ സി രജിസ്റ്റേർഡ് പേഴ്സൺ, മിസ്റ്റർ ഡി രജിസ്റ്റേർഡ് പേഴ്സൺ, ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസ് അതർ ദാൻ സെക്ഷൻ 3 to 4. അപ്പൊ നമ്മൾ പറയുന്ന ഐറ്റംസ് അല്ലാത്ത ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസസ്, ആ കേസസിൽ രജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുമ്പോൾ ഏതായിരിക്കും, മിസ്റ്റർ സിയും രജിസ്റ്റേർഡ് ആണ്, മിസ്റ്റർ ഡിയും രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? സപ്ലൈ ഓഫ് സർവീസില് മിസ്റ്റർ സിയും രജിസ്റ്റേർഡ് ആണ്, മിസ്റ്റർ ഡിയും രജിസ്റ്റേർഡ് ആണ്. മിസ്റ്റർ സി ആണ് സപ്ലയർ, മിസ്റ്റർ ഡി ആണ് റെസിപ്പിയന്റ്. അപ്പൊ ഏതാടാ പ്ലേസ് ഓഫ് സപ്ലൈ? രണ്ടാളും രജിസ്റ്റേർഡ് ആണെങ്കിൽ മിസ്റ്റർ ഡി ഡൽഹി അല്ലെ, ആണല്ലോ, ഡൽഹി IGST. ക്ലിയർ അല്ലേ? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ് ഡൽഹി IGST. രണ്ടാമത്തെ കേസ് എന്താ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ, അഡ്രസ് റെക്കോർഡിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അഡ്രസ് റെക്കോർഡിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ സി ചെന്നൈയിലാണ്, കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, അയാൾ മിസ്റ്റർ ഡിക്ക് എന്ത് ചെയ്യാണ്, ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ ഡി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അപ്പോ അഡ്രസ് ഉണ്ടെങ്കിൽ ഏതാ, ഡി അല്ലെ, അത്രേ ഉള്ളൂ. ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് വേർ അഡ്രസ് ഓൺ റെക്കോർഡ് എക്സിസ്റ്റ്, IGST ആണ് എന്ത് ചെയ്യുക, ലെവി ചെയ്യുക. അടുത്ത കേസ് അഡ്രസ് ഇല്ല, സപ്ലൈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അവിടെ അഡ്രസ് എന്തിലില്ല, റെക്കോർഡ്സിൽ അഡ്രസ് ഇല്ല. അപ്പൊ ഏതായിരിക്കും, അപ്പോ സി വാച്ച് മെക്കാനിക് ആണ്, അയാൾ എന്ത് ചെയ്യണം, ഡിക്ക് ഒരു സർവീസ് നൽകി. മിസ്റ്റർ സി അല്ലെ ചെന്നൈ, അപ്പൊ ഏതാ, CGST ആൻഡ് SGST വിൽ ബി ലെവിഡ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജനറൽ പ്രൊവിഷൻ. അതിപ്പോ ക്ലിയർ ആണല്ലോ, ഓക്കെ. ഇനി നമ്മളിപ്പോ പഠിച്ചത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സർവീസ്, ഒന്നുകിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് സർവീസ് ആയിരിക്കാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനോ നിർമ്മിക്കുന്നതോ എഞ്ചിനീയറിംഗ് സർവീസോ, അതേപോലെ എഞ്ചിനീയർ തരുന്ന സർവീസോ, ഇന്റീരിയർ ഡെക്കറേറ്റർ തരുന്ന സർവീസോ, ആർക്കിടെക്ചറൽ സർവീസോ, അല്ലെങ്കിൽ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാൻ പോയി, അക്കോമഡേഷൻ, അങ്ങനത്തെ ഫെസിലിറ്റി, അതുപോലെ മാരേജ് കണ്ടക്ട് ചെയ്തു. അപ്പൊ ഈ കേസിലൊക്കെ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളതാണ്. ഇന്ത്യക്കകത്താണ് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, ഇന്ത്യക്കകത്താണ് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഥലം, ഫോർ എക്സാമ്പിൾ ഒരു ഓഡിറ്റോറിയം എന്ന് വിചാരിച്ചു, ഒരു ഓഡിറ്റോറിയത്തില് നിങ്ങൾ കല്യാണം നടത്തി, നിങ്ങളുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും?
കേരളയിലുള്ള ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ ആ ഓഡിറ്റോറിയം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എന്തായിരിക്കും? റെസിപ്പിയന്റിന്റെ അഡ്രസ്. ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരുന്നു? ഓഡിറ്റോറിയത്തിന്റെ അഡ്രസ്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ റെസിപ്പിയന്റിന്റെ അഡ്രസ്. ഇനി ഞാൻ പറയുന്ന എക്സാമ്പിൾ നോക്കട്ടോ. ഇത് നമ്മൾ പറഞ്ഞ തന്നെയാണ്. ആർക്കിടെക്ട്, ഇന്റീരിയർ ഡെക്കറേറ്റർ, സർവേയർ, എഞ്ചിനീയർ, അതർ റിലേറ്റഡ് എക്സ്പേർട്ട് ഉപയോഗിക്കാനുള്ള അവകാശം, അതേപോലെ കൺസ്ട്രക്ഷൻ വർക്കിൽ നടത്താനോ അല്ലെങ്കിൽ കോർഡിനേഷൻ ചെയ്യുന്നതോ, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആൻസിലറി സർവീസ്. ഈ കേസിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു? ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യയിലാണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. അപ്പൊ നോക്കുക, മിസ്റ്റർ എക്സ് ലൊക്കേറ്റഡ് ഇൻ ചെന്നൈ. മിസ്റ്റർ എക്സ് ലൊക്കേറ്റഡ് ഇൻ ചെന്നൈ engaged the services of Mr. Y, an architect in Chennai. എക്സും ചെന്നൈയാണ്, വൈയും ചെന്നൈയാണ്. ഓക്കെ, എക്സ് ആണ് സർവീസ്. എന്ത് എക്സ് ആരാ? സർവീസ് റെസിപ്പിയന്റ് ആണോ സർവീസ് സപ്ലയർ ആണോ? ക്വസ്റ്റ്യനിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. സർവീസ് സ്വീകരിക്കുന്ന ആളാരാ? എക്സ് ആണോ വൈ ആണോ? എക്സ് ആണല്ലോ, ഉറപ്പിക്കാലോ. മിസ്റ്റർ വൈ അല്ലേ ആർക്കിടെക്ട്? അപ്പൊ മിസ്റ്റർ വൈ ആണല്ലോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള്. സർവീസ് റിസീവർ മിസ്റ്റർ എക്സ് തന്നെ. ഓക്കെ, സമ്മതിച്ചു. എന്ത് ചെയ്തു? മിസ്റ്റർ എക്സ് റിക്വസ്റ്റ് ഹിം ടു മേക്ക് ഡിസൈൻ ഓഫ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ കൊച്ചിൻ, കേരള. മിസ്റ്റർ എക്സ് എന്ത് പറഞ്ഞു? വൈയോട് പറഞ്ഞു, എനിക്കൊരു വീട് ഉണ്ടാക്കണം. എവിടെ? കൊച്ചിയിൽ. കൊച്ചിയിൽ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഉണ്ടാക്കണം. അപ്പോ മിസ്റ്റർ വൈ എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട് ഡ്രോയിങ് ആൻഡ് ഡിസൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് അറ്റ് ചെന്നൈ. ചെന്നൈയിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു? മിസ്റ്റർ വൈ ഡ്രോയിങ് ഡിസൈൻ സർവീസ് നൽകി. ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഏതാ? കൊച്ചി അല്ലെ? ഓക്കെ ആണല്ലോ. ചെന്നൈ ടു കൊച്ചി ഏത് ടാക്സ് അവിടെ വരിക? ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? Who is liable to pay tax? വൈയുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ആക്ച്വലി ടാക്സ് പേ ചെയ്യേണ്ടത് ലയബിലിറ്റി ആർക്കാ വരുന്നത്? എക്സ്. എടോ എങ്ങനെ വരാ? ഇമ്പാക്ട് ആരുടെ മേലെ വരാ? വൈയുടെ മേലാണ്. പക്ഷെ ആരാണ് അടയ്ക്കേണ്ടത്? ആരാണ് അടയ്ക്കേണ്ടത്? എക്സ് അല്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ സർവീസ് മേടിക്കുന്നതെന്ന് വിചാരിച്ചോ. ഞാൻ ടോട്ടൽ എമൗണ്ട് അടക്കം ഞാൻ കളക്ട് ചെയ്യും. ഗവൺമെന്റിലോട്ട് ഇതാരാ അടയ്ക്കേണ്ടത്? GST ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇതാരാ അടയ്ക്കേണ്ടത്? ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്? മനസ്സിലായോ? ഞാനൊരു 100 രൂപയുടെ സാധനം നിങ്ങൾക്ക് വിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ 5 രൂപ GST അടക്കം എനിക്ക് തരും. ഓക്കെ, 105 രൂപ നിങ്ങൾ എനിക്ക് തരും. ആരാണ് ഇത് അടയ്ക്കേണ്ട ആള്? ഗവൺമെന്റിലോട്ട്. ലയബിലിറ്റി ആരുടെ മേലാ? ഈ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? എനിക്ക്. അപ്പൊ ഈ കേസിൽ ആർക്കാ? വൈ സർവീസ് പ്രൊവൈഡർ അല്ലേ? അല്ലേ?
എക്സ് ആണോ വൈ ആണോ? ആരാ അടയ്ക്കേണ്ടത്? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കൺഫ്യൂഷൻ തീർക്ക്. എക്സും വൈയും വരുന്നുണ്ടല്ലോ. ഏതാ? എക്സ് ആണോ അനന്തോ? എക്സ് ആണോ? നേരത്തെ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണല്ലോ സർവീസ് പ്രൊവൈഡർ. ഈ കേസിൽ സർവീസ് പ്രൊവൈഡർ ആരാ? നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? സപ്ലയർ ഓഫ് ലൊക്കേഷൻ ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എവിടെയാണ്? കൊച്ചി അല്ലെ? കൊച്ചി പറഞ്ഞല്ലോ. IGST ആരടയ്ക്കണം? മിസ്റ്റർ വൈ. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? റെഡിയാണോ? ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞത് കൊച്ചിയിലുള്ള കേസ്, മറ്റേതൊക്കെ വരുന്നുണ്ട്. ഇനി മിസ്റ്റർ രോഹിത് മിസ്റ്റർ രോഹിത് മിസ്റ്റർ രോഹിത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. എവിടെ? ജയ്പൂരില്. ഓക്കെ, ഇയാള് കൊൽക്കത്തയിൽ പോയി എന്നിട്ട് താജ് ഹോട്ടലിൽ നിന്നു. ഓക്കെ, താജ് ഹോട്ടലിൽ താമസിച്ചു. ഹി ആൾസോ അവൈൽഡ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സർവീസസ് അറ്റ് ഹോട്ടൽ. ഈ ഹോട്ടലിൽ തന്നെ അയാള് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സർവീസും സ്വീകരിച്ചു. അപ്പോ ഈ കേസില് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ്? ടാക്സ് ലയബിലിറ്റി താജ് ഹോട്ടലിന്റെ ആൻസിൽ എത്രയുണ്ട്? ഏതാ? ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? എടോ, രോഹിത് ജയ്പൂരിലായിരുന്നു, താജ് ഹോട്ടൽ കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ താജ് ഹോട്ടലിൽ നിന്നു. അപ്പോ ടാക്സ് ലയബിലിറ്റി ആരാ? ആരാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാ? രോഹിത് ആണോ ഹോട്ടലാണോ? ഇവിടെ അക്കോമഡേഷൻ സർവീസ് അല്ലേ ഹോട്ടല്. അപ്പോ ടാക്സ് അടയ്ക്കേണ്ടത് ഹോട്ടൽ അല്ലേ? പ്ലേസ് ഓഫ് സപ്ലൈ കൊൽക്കത്ത. സമ്മതിച്ചു. ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സർവീസ് ഹോട്ടലില് സ്വീകരിച്ചില്ലേ, അത് ഏതിലെ വരിക? അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ കൊൽക്കത്ത തന്നെ. കാരണം എന്താ? ഇതുമായി ബന്ധപ്പെട്ട് വന്ന സർവീസ് ആണ്, ആൻസിലറി സർവീസ്. ഓക്കെ, ഈ താമസിച്ചതിന്റെ ഭാഗമായിട്ട് ഹോട്ടലിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്തു? അതിന്റെയും പ്ലേസ് ഓഫ് സപ്ലൈ സെയിം ആണ്. അപ്പൊ ടോട്ടൽ ടാക്സ് ആരടയ്ക്കണം? ആരുടെ മേത്താണ് ടാക്സ് ലയബിലിറ്റി ഉള്ളത്? താജ് ഹോട്ടല്. ഒന്ന് നോക്കൂ, എത്ര ഉള്ളൂ? പ്ലേസ് ഓഫ് സപ്ലൈ കൊൽക്കത്ത. Place of supply service, place of supply of service is same for accommodation service by hotel as well as beauty treatment, as it is an ancillary service to the accommodation. അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഒരു ആൻസിലറി സർവീസ് ആയതുകൊണ്ട് ബ്യൂട്ടി ട്രീറ്റ്മെന്റും സെയിം തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, റെഡിയാണോ? ഇനി നമ്മളെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മാരേജും റിസപ്ഷനും ഒക്കെ അല്ലെ, ആ കേസാണ്.
തന്നെ സെയിം. ഓക്കെ, എന്തെങ്കിലും മാരേജോ റിസപ്ഷൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, നടത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ അത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്, എല്ലാം സെയിം ആണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ ആയോ എല്ലാവർക്കും? എല്ലാവർക്കും ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എവിടെയാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്ത സ്ഥലം, ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും എവിടെയെങ്കിലും, നമുക്ക് ചെയ്യാം. എനിക്ക് ടെസ്റ്റിൽ തന്നെ ഉണ്ടാവും, നമുക്ക് നോക്കാട്ടോ പോകുന്ന വഴി. ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നിലധികം സ്ഥലത്ത് സിറ്റുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒന്നിലധികം സ്ഥലത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷൻ ചെയ്യണ്ടേ? വേണ്ടേ? ഫോർ എക്സാമ്പിൾ ഒരു ബോട്ടാന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു ബോട്ടാന്ന് വിചാരിച്ചോ. അപ്പോ ആ ബോട്ടിൽ എവിടൊക്കെ പോയി, എത്ര സമയം പോയി എന്ന് വെച്ചിട്ട് അത് പ്രൊപ്പോർഷൻ ചെയ്യണ്ടേ? ടോട്ടൽ സർവീസ് ആണെങ്കിൽ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ഓരോ ഗവൺമെന്റിനും കിട്ടേണ്ടത് കിട്ടണ്ടേ? വേണ്ടേ? ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. കോൺട്രാക്റ്റിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. പ്രോപ്പർട്ടി, ബോട്ട്, വെസല് എന്തെങ്കിലും ഒന്നിലധികം സ്ഥലത്താണ്, ഒന്നിലധികം സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ ആണെങ്കിൽ നമ്മൾ അതാത് സ്റ്റേറ്റില് അല്ലെങ്കിൽ അതാത് യൂണിയൻ ടെറിട്ടറിയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ സപ്ലൈ നടന്നതായിട്ട് ട്രീറ്റ് ചെയ്യണം. ആൻഡ് ഇൻ ടേംസ് ഓഫ് വാല്യൂ ഓഫ് സർവീസ് സെപ്പറേറ്റ്ലി കളക്റ്റഡ് ഓർ ഡിറ്റർമിൻഡ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്റ്റില് അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞ പോലെ ഇത് ഈക്വൽ ആയിട്ട് പ്രൊപ്പോർഷൻ ചെയ്യണം. ഇനി കോൺട്രാക്റ്റോ എഗ്രിമെന്റോ ഇല്ലാത്ത പക്ഷം റൂള് 4 പ്രകാരം, കോൺട്രാക്റ്റോ എഗ്രിമെന്റോ ഇല്ലാത്ത പക്ഷം നമ്മൾ റൂള് 4 പ്രകാരം എന്ത് ചെയ്യണം? അത് പ്രൊപ്പോർഷൻ ചെയ്യണം. അപ്പൊ എന്താണ് റൂൾ 4 പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ടൈപ്സ് ഓഫ് സർവീസ് ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പാറ്റർ ഫോർ പ്രൊപ്പോർഷനേറ്റ് വാല്യൂ അലോക്കേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഇറ്റ്സ് ആൻസിലറി സർവീസ്. ഓരോ സ്ഥലത്ത്, ഇപ്പോ സ്റ്റേറ്റില്, ഓരോ സ്റ്റേറ്റില് എത്ര നൈറ്റ് താമസിച്ചു, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, നമ്പർ ഓഫ് നൈറ്റ്സ് സ്റ്റേഡ് ഇൻ ഈച്ച് പ്രോപ്പർട്ടി. ഓരോ സ്റ്റേറ്റിലും എത്ര നൈറ്റ് താമസിച്ചു അതിനനുസരിച്ച്. ഓക്കെ, മനസ്സിലായോ? എത്ര നൈറ്റ് ഉണ്ടോ അതിനനുസരിച്ച്. ഇനി നമ്മളൊരു ബോട്ട് അല്ലെങ്കിൽ വെസലൊക്കെ ആണെന്ന് വിചാരിച്ചോ, കപ്പലാന്ന് വിചാരിച്ചോ. അപ്പൊ ഓരോ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും എത്ര സമയം സ്പെൻഡ് ചെയ്തു, ടൈം സ്പെൻഡ്. ഓക്കെ, താമസിച്ചതാണെങ്കിൽ നമ്പർ ഓഫ് നൈറ്റ്. ഇനി നമ്മളെ ബോട്ട് വെസല് അങ്ങനെയാണെങ്കിൽ എത്ര സമയം അതാത് സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും അത് സ്പെൻഡ് ചെയ്തു അത്. ഇനി ഈ പറഞ്ഞതിൽ പെടാത്തതാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഏരിയ. ഓക്കെ, എത്ര ഏരിയ ഉണ്ട് ആ ഏരിയയുടെ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യുക? വീതിച്ച് നൽകുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അല്ലാത്തത്. ഓക്കെ, ഇതാണ് റൂൾ 4. നമ്പർ ഓഫ് നൈറ്റ്, ടൈം സ്പെൻഡ്, ഏരിയ. ഓക്കെ,
അതിന്റെ പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ. ടെസ്റ്റിൽ എവിടെയോ ഞാൻ കണ്ടിരുന്നു. അത് ഇവന്റിന്റെ കേസിലുള്ളൂ. കുഴപ്പമില്ല. ഒരു ഡേ മാത്രമേ സ്റ്റേ ഉള്ളൂവെങ്കിൽ അത് ഏത് സ്ഥലത്താണോ സ്റ്റേ അത് തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ. നമ്മളിപ്പോ പറയുന്നു ഒന്നിലധികം സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിലുള്ള കേസാ. ഹോട്ടലല്ലേ എടാ, നമ്മൾ ഒരു സിംഗിൾ ബില്ലാണ് കൊടുക്കുന്നത്. എന്റെ തന്നെ പല പല പ്രോപ്പർട്ടിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ ഓരോരോ പ്ലേസ് ഓഫ് സപ്ലൈ കാണും എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ കേരളത്തിൽ ഒരു വീട്ടില് ഒരു ദിവസം താമസിച്ചു, തമിഴ്നാട് ഒരു ദിവസം താമസിച്ചു, കർണാടക ഒരു ദിവസം താമസിച്ചു. അപ്പൊ അതാത് ഗവൺമെന്റിന് എന്ത് കിട്ടണം? ഇൻകം കിട്ടണ്ടേ? വേണ്ടേ? ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഞാനാണെങ്കിലും അതാത് ഗവൺമെന്റിന് കിട്ടണ്ടേ? അപ്പോ ഓരോ കേസിലും പ്ലേസ് ഓഫ് സപ്ലൈ ഡിഫറെന്റ് ആയിട്ട് കാണണം. എത്ര ഡേയ്സ് ഇന്ത്യയിൽ താമസിച്ചു, കേരളയിൽ താമസിച്ചു, അതേപോലെ എത്ര ഡേയ്സ് തമിഴ്നാട്, അങ്ങനെ നോക്കുക. അതേപോലെ ബോട്ടാണെങ്കിൽ എത്ര സമയം നിന്നു, കേരളത്തിൽ എത്ര സമയം, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് എത്ര സമയം. ഓക്കെ, അങ്ങനെ. ഇനിയുള്ളത് 12.4 അല്ലേ? 12.3 ആണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്. ഇനി 12.4 എന്താണ്? റെസ്റ്റോറന്റ് കാറ്ററിംഗ് സർവീസ്, പേഴ്സണൽ ഗ്രൂമിങ്, ഫിറ്റ്നസ്, ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് സർവീസസ് ഇൻക്ലൂഡിംഗ് കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ പെർഫോമൻസ് ബേസ്ഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ്. റെസ്റ്റോറന്റ്, കാറ്ററിംഗ് സർവീസ്, പേഴ്സണൽ ഗ്രൂമിങ്, ഫിറ്റ്നസ്, ബ്യൂട്ടി, ഹെൽത്ത് സർവീസ്, ഇതുപോലത്തെ സർവീസസിന്റെ ഒക്കെ കേസിൽ എവിടെയാണോ ആക്ച്വലി ഇത് പ്രൊവൈഡ് ചെയ്തത്, ഏത് സ്ഥലത്ത് വെച്ചാണോ ഇത് ചെയ്തത്, ഓക്കെ, ഏത് സ്ഥലത്ത് വെച്ചാണോ ഈ പരിപാടി ചെയ്തത് അത് തന്നെയാണ് അവിടെ എന്താണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ അല്ലേ? പ്ലേസ് ഓഫ് സപ്ലൈ അല്ലേ? നോക്കിയേ, മിസ്റ്റർ നവാബ് ദുബായിലാണ്. trained for the purpose of grooming of horses in Chennai. ചെന്നൈയിൽ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മിസ്റ്റർ നവാബിനെ ട്രെയിൻ ചെയ്തു. ഓക്കെ, മിസ്റ്റർ നവാബിനെ ചെന്നൈയിൽ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോസിനെ ഗ്രൂം ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? എവിടെയാണോ ആക്ച്വലി ഈ സർവീസ് പെർഫോം ചെയ്യുന്നത്? എവിടെയാണ്? ദുബായിലുള്ള ഒരാളെ ചെന്നൈയിൽ ഹോസിന് ഗ്രൂം ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്തു. അപ്പൊ ചെന്നൈ ആണല്ലോ. എവിടെ വെച്ചാണോ ആക്ച്വലി ട്രെയിനിങ് ചെയ്യുന്നത് അത്. സത്യോ? ഓക്കെ, നവാബ് ദുബായിലുള്ള ആളാണ്, അയാള് ചെന്നൈയിൽ ഗ്രൂം ചെയ്തു ഹോസിന്. ഓക്കെ, അപ്പൊ ഈ കേസിൽ സപ്ലൈ ഓഫ് സർവീസ് ഏതാ? ചെന്നൈ. ഹോസസ് ഗ്രൂംഡ് അറ്റ് ചെന്നൈ. ചെന്നൈയിലായതുകൊണ്ട് ചെന്നൈ.
ഇനി മിസ്റ്റർ കട്ട് ലിമിറ്റഡ് പ്രൊവൈഡർ ഓഫ് ഹെയർ കട്ടിംഗ് സലൂൺ സർവീസ്. എന്ത്? മുടി വെട്ടുന്ന ആളാണ്. ഓക്കെ, ലൊക്കേറ്റഡ് ഇൻ മുംബൈ. മിസ്റ്റർ പ്രീതം came from Jharkhand to Mumbai after appointment for haircut. ജാർഖണ്ഡിലുള്ള മിസ്റ്റർ പ്രീതം എവിടേക്ക് വന്നു? മുംബൈയിൽ വന്നു. സർവീസ് പ്രൊവൈഡ് ചെയ്തത് മുംബൈ. അപ്പോ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? മുടി വെട്ടി കൊടുക്കുന്ന ആള് കട്ട്. ഓക്കെ, മറ്റാളുടെ സ്ഥലം ജാർഖണ്ഡ് ആണ്, പക്ഷെ അയാള് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് മുംബൈയിൽ വന്നു. മുംബൈയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മുംബൈ ആണല്ലോ, മുംബൈ. ഓക്കെ, ഇനി രണ്ടും മുംബൈ ആണല്ലോ, സപ്ലയറും റെസിപ്പിയന്റും. സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ CGST SGST. ഇനി services in relation to training and performance appraisal. Services in relation to training and performance appraisal. ഇത്രേ ഉള്ളൂ. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫീസിലേക്ക് ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്യില്ലേ? മനസ്സിലായോ? അപ്പൊ എനിക്കൊരു സ്ഥാപനം ഉണ്ട്, എന്റെ എംപ്ലോയീസിനെ മുഴുവൻ എനിക്ക് ട്രെയിൻ ചെയ്യണം. അങ്ങനത്തെ സർവീസസ്. ആ കേസിലും എവിടെയാണോ ആക്ച്വലി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്. ഓക്കെ, ഓക്കെ ആണോ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ അഡ്രസ്, രജിസ്റ്റേർഡ് അല്ല എങ്കിൽ എവിടെയാണോ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ. സർവീസസ് ഇൻ റിലേഷൻ ടു ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എവിടെയാണോ ആക്ച്വൽ പെർഫോമൻസ്. ഓക്കെ, അടുത്തതും കൂടെ പറയാം, എന്നിട്ട് പ്രോബ്ലം ചെയ്ത് പോയാൽ പോരെ? ഒരുമിച്ച് പറഞ്ഞൂടെ എല്ലാം? അതോ ഓരോന്ന് ചെയ്തു പോകണം? എങ്ങനെ വേണ്ടത്? അടുത്ത് പറയട്ടെ? ഓക്കെ, അപ്പോ അഡ്മിഷൻ ടു ആൻ ഇവന്റ്, അമ്യൂസ്മെന്റ് പാർക്ക് ഓർ അതർ പ്ലേസ്. ഏതെങ്കിലും ഒരു ഇവന്റോ എന്താ പറയാ, നമ്മൾ ഈ പാർക്കിലേക്ക് കയറാനും അതേപോലെ സിനിമാ തിയേറ്ററിലൊക്കെ കയറാനൊക്കെ ഇല്ലേ? എക്സാമ്പിൾ ആണ് പാർക്ക്, അതേപോലെ നമ്മളെ ഗ്രൗണ്ട്, സ്റ്റേഡിയം, എല്ലാത്തിലൊക്കെ കയറില്ലേ? അതിനൊക്കെ അഡ്മിഷൻ ഫീസ് വാങ്ങില്ലേ? മനസ്സിലായോ? അങ്ങനത്തെ അഡ്മിഷന്റെ കേസ് കൾച്ചറലായിക്കോട്ടെ, ആർട്ടിസ്റ്റിക് ആയിക്കോട്ടെ, സ്പോർട്ട് ആയിക്കോട്ടെ, സയന്റിഫിക് ആയിട്ട്, എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ. ഓക്കെ, അഡ്മിഷൻ വരുമ്പോ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? എവിടെയാണോ ആക്ച്വലി ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ പാർക്ക് അല്ലെങ്കിൽ അതർ പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അമ്യൂസ്മെന്റ് പാർക്ക് ഓർ അതർ പ്ലേസിന്റെ കേസിൽ എവിടെയാണോ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള കേസിൽ എവിടെയാണോ ആക്ച്വലി ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ, കൾച്ചറൽ ഇവന്റ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിക് ഇവന്റ് ആയിക്കോട്ടെ, സ്പോർട്ടിംഗ് ഇവന്റ് ആയിക്കോട്ടെ, സയന്റിഫിക് ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഇവന്റ് ഒക്കെ എവിടെയാണോ നടക്കുന്നത് അതാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ. പാർക്ക് ആണെങ്കിൽ പാർക്ക് അതുപോലത്തെ സ്ഥലമാണെങ്കിൽ എവിടെയാണോ ആക്ച്വലി അത് ലൊക്കേറ്റ് ചെയ്യുന്നത് അത്, അല്ലെ? അപ്പൊ നിങ്ങൾ അവിടെ ഏതാ പാർക്ക്? ഏതാണ് പാർക്ക്? ഇവിടെ അടുത്ത് നിളയോരം എന്ന് പറഞ്ഞ ഒരു പാർക്ക് ഉണ്ട്. അവിടെ പാർക്കുണ്ടോ? അല്ലേ? നിങ്ങൾക്ക് പാർക്കൊന്നും അറിയില്ലായിരിക്കും അല്ലെ? നെഹ്റു പാർക്ക്. അപ്പൊ ആ നെഹ്റു പാർക്കിൽ കയറാൻ ചാർജ് ഉണ്ടോ? കയറാൻ ചാർജ് ഉണ്ടോ?
ഉണ്ടോ? ഇല്ല. ഈ പറയുന്നത് ചാർജ് ഉള്ള കേസസ് ആണ് കേട്ടോ. അപ്പോ പാർക്ക് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആൻസിലറി സർവീസ് ഉണ്ടെങ്കിൽ അതും ഇതിൽ തന്നെ പെടും, ഈ പ്ലേസ് ഓഫ് സപ്ലൈയിൽ തന്നെ പെടും. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞത് ഇവന്റിലോട്ടുള്ള അഡ്മിഷൻ ആണ് കേട്ടോ, എൻട്രി, കയറാനുള്ള ചാർജ്. ഓക്കെ. അപ്പൊ അടുത്തത് എന്തായിരിക്കും? Place of supply for organizing or assigning of sponsorship of events. Okay. ഇവന്റ് നടത്താൻ ഉള്ള സർവീസ്, ഇവന്റ് നടത്തി കൊടുക്കില്ലേ ഇവന്റ് ഓർഗനൈസർ, അല്ലെങ്കിൽ ഇവന്റ് ഓർഗനൈസർ എന്ന് തന്നെയല്ലേ പറയാ, ആണല്ലോ. അപ്പൊ അങ്ങനത്തെ കേസില് B2B ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ റെസിപ്പിയന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇന്ത്യ ആണെങ്കിൽ എവിടെയാണോ ഇവന്റ് നടക്കുന്നത്, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇവന്റ് നടത്താൻ ഇവന്റ് ഓർഗനൈസ് ചെയ്ത് കൊടുക്കില്ലേ? ഇനി ഇവന്റ് നടത്തുകയാണെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മളുടെ റെസിപ്പിയന്റ് എങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ അഡ്രസ്. ഇനി B2C ആണെങ്കിൽ എവിടെയാണോ ഇന്ത്യയിലാണ് നടന്നതെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണോ നടന്നത് അത്. നമ്മൾ നേരത്തെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ പറഞ്ഞ പോലെ. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എന്താ? ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഇത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഈ ഇവന്റ് ഒന്നിലധികം സ്ഥലത്ത് നടക്കാന്ന് വിചാരിച്ചോ. വേർ ദ ഇവന്റ് ഈസ് ഹെൽഡ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആൻഡ് എ കൺസോളിഡേറ്റഡ് എമൗണ്ട് ഈസ് ചാർജ്. ഒന്നിച്ചൊരു എമൗണ്ട് ആണ് ചാർജ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടി വരും? പ്രൊപ്പോർഷൻ ചെയ്യണ്ടേ? പ്രൊപ്പോർഷൻ ചെയ്യണം എഗ്രിമെന്റിൽ പറഞ്ഞ പ്രകാരം. ഇനി എഗ്രിമെന്റ് ഇല്ല എങ്കിൽ ഈ കേസിൽ വാല്യൂ ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് ഗ്യാപ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾ, റൂൾ 5 ആണ്. റൂൾ 5. ഓക്കെ. റൂൾ 5 പറയുന്നത് ഇവന്റ് ഒന്നിലധികം സ്ഥലത്ത് നടക്കുകയാണ്, എന്നിട്ട് അതിന് ഒന്നിച്ചൊരൊറ്റ എമൗണ്ട് ആണ് കളക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഗ്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രൊപ്പോർഷൻ ചെയ്യണം. എഗ്രിമെന്റിലെ കോൺട്രാക്റ്റില് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല എങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ എന്ത് ചെയ്യണം? അത് പ്രൊപ്പോർഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതാണ് സെക്ഷൻ 12 സബ്സെക്ഷൻ 7. ഓക്കെ. ഇനി സെക്ഷൻ 12 സബ്സെക്ഷൻ 8 എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് ബൈ മെയിൽ ഓർ കൊറിയർ. ഗുഡ്സ് മെയിൽ വഴിയോ കൊറിയർ വഴിയോ അയക്കാം. ഓക്കെ. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഒക്കെ നമ്മൾ ഗുഡ്സ് അയക്കുകയാണെങ്കിൽ അപ്പൊ എങ്ങനെയാണ്? B2B ആണെങ്കിൽ എന്താണ്? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഓക്കെ. B2C ആണെങ്കിൽ എവിടെയാണോ ഈ ഗുഡ്സ് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് കൊടുക്കുന്ന സ്ഥലം, മനസ്സിലായോ? എവിടെ വെച്ചാണോ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് കൊടുക്കുന്ന സ്ഥലം അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇത് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ് കേട്ടോ. ഓക്കെ. ഗുഡ്സിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത് ഡെസ്റ്റിനേഷൻ. ഓർമ്മണ്ടോ? ഓക്കെ. അപ്പൊ ഈ കേസിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ് പറയുന്നത്. അപ്പോ എവിടെ വെച്ചാണോ ട്രാൻസ്പോർട്ടർക്ക് ഈ സാധനം കൈമാറുന്നത് അതാണ് എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. B2C ആണെങ്കിൽ. ഇനി ഇഫ് ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഏതാണോ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ അതാണ് എന്ത്?
place of supply. Okay, ready? ഇനി പാസഞ്ചർ കേസ്, അതിനു മുമ്പ് നമുക്ക് ഇതുവരെയുള്ള പ്രോബ്ലം ചെയ്യാം. മിസ്റ്റർ എ ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് മിസ്റ്റർ എയുടെ സ്ഥലം. അയാൾ എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? കൊൽക്കത്തയിൽ വെച്ചിട്ട് മെസ്സസ് ഇൻഫോസിസ് ലിമിറ്റഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വിച്ച് ഈസ് രജിസ്റ്റേർഡ് അറ്റ് മുംബൈ. അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഏതാ? ട്രെയിനിങ്. സൗമിത്തെ കൊൽക്കത്തയാണോ? കൊൽക്കത്തയാണോ? ഇയാള് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ? അല്ലേ? ആണല്ലോ. അപ്പൊ ഏതാ ലൊക്കേഷൻ? ഏതാ എടുക്കുക? ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ്. മുംബൈ അല്ലേ? ഓക്കെ. ഇനി ഇൻഫോസിസ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലുള്ള കേസ് പറഞ്ഞു. ഇനി ഇൻഫോസിസ് നോട്ട് രജിസ്റ്റേർഡ് ആണെങ്കിലോ? രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ സോമിത്ത് പറഞ്ഞത് ശരിയാണ്. ഏതാ? കൊൽക്കത്ത. ഓക്കെ. അപ്പൊ ഇത് ആദ്യത്തെ കേസ് ഇൻഫോസിസ് ലിമിറ്റഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ആ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ മുംബൈ ആയിരിക്കും. മിസ്റ്റർ എ ആയിരിക്കും എന്ത്? ടാക്സ് അടയ്ക്കാൻ ലയബിൾ അല്ലെ? മിസ്റ്റർ എ അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താ? ഇൻഫോസിസ് രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ കൊൽക്കത്ത ആയിരിക്കും. മിസ്റ്റർ എ ഏതായിരിക്കും ടാക്സ് അടയ്ക്കേണ്ടി വരിക? CGST, SGST. ഓക്കെ. ഇനി ഗൈഡ് ലൈൻ അക്കാഡമി രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊവൈഡ്സ് കൊമേഴ്ഷ്യൽ ട്രെയിനിങ് ആൻഡ് കോച്ചിങ് സർവീസസ് ടു ബഡ്ഡിംഗ് CMAs അറ്റ് ചെന്നൈ. ചെന്നൈയിൽ CMA സ്റ്റുഡൻസിനെ വാർത്തെടുക്കാൻ വേണ്ടി ഗൈഡ് ലൈൻ അക്കാഡമി എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ട്രെയിനിങ് ആൻഡ് കോച്ചിങ് സർവീസ് നൽകുന്നു. അപ്പോ മെനി സ്റ്റുഡൻസ് ഹു ആർ അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ഫ്രം തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരള, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്തിനു വരുന്നുണ്ട്? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എവിടെ വരുന്നുണ്ട്? ഗൈഡ് ലൈൻ അക്കാഡമിയിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഇത് ഞാൻ ഒരു വട്ടം പറഞ്ഞതുകൊണ്ട് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങളൊക്കെ ഈ എക്സാമ്പിൾ ഒന്നും കൂടെ ചെയ്തു നോക്കണേ ഇന്ന് തന്നെ. ഓക്കെ, ചെയ്യുവോ? ചെയ്യുമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഈ കേസിൽ എന്താ? ചെന്നൈ. ട്രെയിനിങ് ചെന്നൈയിലായതുകൊണ്ട് ചെന്നൈയാണ് എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ. ഗൈഡ് ലൈൻ അക്കാഡമി ഈസ് ലയബിൾ ടു പേ CGST ആൻഡ് SGST. ഇനി എക്സ് ലിമിറ്റഡ് ബീങ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ് hires Mr. Y who is located in Chennai for appraisal performance of senior employees of their company. Mr. X visits Hyderabad to evaluate the performance of the senior employees. എന്താ പറഞ്ഞത്?
മിസ്റ്റർ എക്സ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഹൈദരാബാദിലുള്ള. അയാൾ എന്ത് ചെയ്തു? മിസ്റ്റർ വൈനെ എന്തിന്? അപ്രൈസൽ, സീനിയർ എംപ്ലോയീസിന് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാൻ വേണ്ടി നിയമിച്ചു. എന്ത്? പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിസ്റ്റർ വൈനെ നിയമിച്ചു. ഇനി മിസ്റ്റർ വൈ ഹൈദരാബാദ് ചെന്നിട്ട് വിസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഏതാ? ഉറപ്പിച്ചോ? പ്ലേസ് ഓഫ് സപ്ലൈ ഹൈദരാബാദ്. Location of recipient of service since provided to a registered person. Mr. Y is liable to pay tax. Mr. Y ആണല്ലോ സർവീസ് പ്രൊവൈഡർ. അപ്പൊ മിസ്റ്റർ വൈ ഈസ് ലയബിൾ ടു പേ ടാക്സ്. റിവേഴ്സ് ചാർജിന്റെ കേസിൽ മാത്രം ആരായിരിക്കും? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് റിവേഴ്സ് ചാർജിന്റെ ഏതെങ്കിലും കേസ് തന്നിട്ട് ആരാണ് ലയബിൾ ടു പേ ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? എന്തെഴുതും? അപ്പോഴും സർവീസ് പ്രൊവൈഡർ എഴുതോ? അപ്പോഴും സർവീസ് പ്രൊവൈഡർ എഴുതി കഴിഞ്ഞാൽ തെറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? നമ്മൾ റിവേഴ്സ് ചാർജ് ബേസിസിൽ ആർക്കാണ് ഇമ്പാക്റ്റും ഇൻസിഡൻസും പോകുന്നത്? ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ആരാണോ റെസിപ്പിയന്റ് അയാളാണ് ടാക്സ് അടയ്ക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പിയന്റിന്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി what would be the place of supply of service if some of the selected employees and relevant papers are sent to Chennai for evaluation? ഇനി ഇതേ കേസിൽ എന്ത് ചെയ്യണം? കുറച്ച് ആൾക്കാരുടെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ പേപ്പേഴ്സ് ചെന്നൈയിലോട്ട് അയക്കുകയാണ് ഇവാലുവേഷന് വേണ്ടിയിട്ട്. ഈ കേസിൽ എക്സ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ആ കേസിൽ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ബാക്കിയുള്ള ഒരു ആൻസർ ഇവിടെ. എന്തുകൊണ്ടാ ചെന്നൈ? അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ആക്ച്വലി ഈ പെർഫോമൻസ് എവിടെയാണ് നടക്കുന്നത്? ഈ ട്രെയിനിങ് എവിടെയാണ് നടക്കുന്നത്? പെർഫോമൻസ് ഇവാലുവേഷൻ എവിടെയാണ് നടക്കുന്നത്? ചെന്നൈയിൽ. ചെന്നൈ വൈ എന്ത് ചെയ്യണം? CGST SGST അടയ്ക്കണം. ഇനി മിസ്റ്റർ റമോ located in Mumbai, a well-known choreographer, being a judge, appraised the performance of the participants in dance plus auditions. Okay, മിസ്റ്റർ റമോ മുംബൈയിലാണ്. അയാൾ ഒരു വെൽ നോൺ കൊറിയോഗ്രാഫർ ആണ്. ഇയാൾ എന്ത് ചെയ്യാണ്? ജഡ്ജാണ്. ഇയാള് ഡാൻസും ഓഡീഷനും എന്ത് ചെയ്യുന്നുണ്ട്? അപ്രൈസ് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നുണ്ട്. He gone to Bangalore for appraise the performance of dance show competition of various participants. ഡാൻസ് ഷോന്റെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഈ കേസില് സപ്ലൈ ഓഫ് സർവീസ് ഏതാ? ബാംഗ്ലൂർ അല്ലെ? ബാംഗ്ലൂർ എവിടെയാണോ ആക്ച്വലി നടന്നത്. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ഏതൊക്കെയോ കുട്ടികളുടെ എന്ത് ചെയ്യാണ്? ഡാൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ എവിടെയാണോ ആക്ച്വലി പെർഫോമൻസ് നടന്നത് അതാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി BCCI located at Mumbai sold tickets on online for IPL match is going to conduct at Chepauk Stadium, Chennai.
However, finally match conducted at Mumbai. Find the place of supply of service of admission of sporting event. Admission ആണ്. അഡ്മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കൾച്ചറൽ ആണെങ്കിലും സയന്റിഫിക് ആണെങ്കിലും എഡ്യൂക്കേഷണൽ ആണെങ്കിലും എന്റർടൈൻമെന്റ് ആണെങ്കിലും സ്പോർട്ടിംഗ് ആണെങ്കിലും എല്ലാ കേസിലും എന്ത് പറഞ്ഞു? ഏതാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ? ഏതാണെന്ന് പറഞ്ഞു? ഏതാണെന്ന് പറഞ്ഞ? ടിക്കറ്റ് കൊടുത്ത സ്ഥലം. കണ്ടക്ട് ചെയ്യുന്നത് തന്നെയാണ്. ടിക്കറ്റ് കൊടുത്ത സ്ഥലം നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്? അത് പാർക്കും അതുപോലത്തെ പ്ലേസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പറഞ്ഞത്. ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പാർക്കും ഊഹാപോഹം നല്ലതാ. അപ്പോ ഇവന്റ് ആക്ച്വലി എവിടെയാണോ നടക്കുന്നത് അല്ലെങ്കിൽ പാർക്ക് അതുപോലത്തെ സ്ഥലം എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കേസില് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആക്ച്വലി നടന്നത് മുംബൈയിലാണ്. അപ്പൊ ഏതാ? മുംബൈ ആണല്ലോ. അത്രേ ഉള്ളൂ. മുംബൈ. BCCI എന്ത് ചെയ്യണം? CGST SGST അടയ്ക്കണം. BCCI മുംബൈ ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി Mr. X, an event organizer located in Chennai, received an order from taxman Publications, Mumbai, to conduct a book fair at Chennai. ചെന്നൈയിൽ ഒരു ബുക്ക് ഫെയർ നടത്താൻ വേണ്ടിയിട്ട് മിസ്റ്റർ ടാക്സ്മാന്റെ കയ്യിൽ നിന്ന്, മെസ്സേഴ്സ് ടാക്സ്മാന്റെ കയ്യിൽ നിന്ന് ഒരു എന്ത് കിട്ടി? ഓർഡർ ആർക്ക് കിട്ടി? മിസ്റ്റർ എക്സിന് കിട്ടി. എക്സ് ഒരു ഇവന്റ് ഓർഗനൈസർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അഡ്മിഷൻ, ഇനി ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്ന ആള്. ഈ കേസിൽ ഫൈൻഡ് ദ സപ്ലൈ ഓഫ്, ചെന്നൈയിൽ വെച്ചിട്ടാണ് ബുക്ക് ഫെയർ നടത്തുന്നത്. ടാക്സ്മാൻ മുംബൈ ആണ്. ഫൈൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആൻഡ് GST ഇൻ ദ ഫോളോയിങ് 2 കേസ്. ടാക്സ്മാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ടാക്സ്മാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഏതാണോ ടാക്സ്മാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ? മുംബൈ അല്ലേ? മുംബൈ ആണല്ലോ. ഓക്കെ, ഇനി ടാക്സ്മാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിലോ? ചെന്നൈ. അപ്പൊ ഈ പരിപാടി ഇന്ത്യയുടെ പുറത്താണ് നടക്കുന്നതെങ്കിലോ? ഇന്ത്യയുടെ പുറത്താണ് നടക്കുന്നതെങ്കിലോ? റെസിപ്പിയന്റിന്റെ അഡ്രസ് ഈ കേസിൽ മുംബൈ. ഓക്കെ, ഇത്രേ ഉള്ളൂ. മുംബൈ. എക്സ് എന്ത് ചെയ്യണം? IGST അടയ്ക്കണം. ചെന്നൈ ആക്ച്വലി നടന്ന സ്ഥലം CGST SGST അടയ്ക്കണം. ഇനി മിസ്റ്റർ കപിൽ ശർമ്മ, എ ജലന്ധർ ബേസ്ഡ് കൊമേഡിയൻ, ഹോസ്റ്റഡ് എ കോമഡി ഷോ അറ്റ് സിംഗപ്പൂർ ഓൺ ബർത്ത്ഡേ ഒക്കേഷൻ ഓഫ് മുംബൈ ബേസ്ഡ് ആക്ടേഴ്സ് സൺ. മുംബൈ ബേസ്ഡ് ആക്ടറിന്റെ
മകന്റെ കേസിൽ എന്ത് ചെയ്തു? മിസ്റ്റർ കപിൽ ശർമ്മ ഒരു കൊമേഡിയൻ ആണ്. ജലന്ധർ എവിടെയാടാ? ജലന്ധർ പഞ്ചാബ് അല്ലേ? ആണോ? ആണല്ലോ. അപ്പൊ പഞ്ചാബിലുള്ള ഒരു കൊമേഡിയൻ ആണ് ആര്? മിസ്റ്റർ കപിൽ ശർമ്മ. ഇയാൾ എന്ത് ചെയ്തു? മുംബൈയിലുള്ള ഒരു ആക്ടറിന്റെ മകന്റെ ബർത്ത്ഡേക്ക് സിംഗപ്പൂർ വെച്ചിട്ട് ഒരു പരിപാടി അവതരിപ്പിച്ചു, നടത്തി. ഓക്കെ, ഈ കേസിൽ ഏതാ? പ്ലേസ് ഓഫ് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ് അല്ലെ? മുംബൈ ആണല്ലോ. ആണല്ലോ. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ്. ഇനി മുംബൈ. അപ്പൊ അവിടെ ഏതാ ടാക്സ് വരിക? IGST അല്ലേ? ഇനി Mr. D of Chennai, being an event organizer, hosted an exhibition at Mumbai to exhibit the products of exhibitor, namely Chennai Silks, Chennai registered person. Mr. D Delhi ആണ്, event organizer ആണ്. ഇയാൾ എന്ത് ചെയ്തു? ഒരു എക്സിബിഷൻ നടത്തി. ചെന്നൈ സിൽക്സിന്റെ പ്രൊഡക്ട്സ് കാണിക്കാൻ വേണ്ടി ഒരു എക്സിബിഷൻ നടത്തി. ഓക്കെ, മുംബൈയിലാണ് നടത്തിയത്. മുംബൈയിലാണ് നടത്തിയത്. അപ്പോ ഏതാ വരിക? പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ വരിക? ചെന്നൈ ആണോ? ഉറപ്പിച്ചോ? ചെന്നൈ ആയിക്കോട്ടെ. ചെന്നൈ ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ് IGST ആണ് അടയ്ക്കേണ്ടത്. അടുത്ത കേസ് എന്താ? മിസ്റ്റർ സി ചെന്നൈ ആണ്. അയാൾ ഒരു ഇവന്റ് ഓർഗനൈസർ ആണ്. ഇയാൾ എന്ത് ചെയ്തു? ധാക്ക. ധാക്ക എവിടെയാടാ? ധാക്ക എവിടെയാണ്? വിക്കറ്റ് കാണുന്നോണ്ട് അറിയാലേ? ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്തു? ഒരു എക്സിബിഷൻ നടത്തി. ആർക്ക് വേണ്ടിയിട്ട് നടത്തിയത്? ചെന്നൈ സിൽക്സ്. ചെന്നൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഏതായിരിക്കും? ഇവന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഏതാ? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് അല്ലേ? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഇനി 43. Messrs. Kalyan Private Limited is an event management company, is located in Chennai. Mr. Raj, located in Jaipur, hires the services of Mrs. Kalyan Private Limited for organizing marriage function for his son in Taj Coromandel, Chennai. Mr. Raj is not a registered person. Find the place of supply of service and GST liability. Okay, event management company ആണ് Mrs. Kalyan Private Limited. മിസ്റ്റർ രാജ് ജയ്പൂരിലാണ്. അയാൾ എന്ത് ചെയ്തു? മിസ്സസ് കല്യാൺ ലിമിറ്റഡിനെ ഒരു മാരേജ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ താജ് കൊറമോണ്ടൽ ചെന്നൈയിലാണ് ഇത് നടക്കുന്നത്. മിസ്റ്റർ രാജ് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അങ്ങനെയാണെങ്കിൽ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ?
ചെന്നൈ അല്ലേ? ചെന്നൈ. ുള്ളൂ ചെന്നൈ. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ഒന്നിലധികം സ്ഥലത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. The Royce Group, being an event organizer located at New Delhi, organized Miss India Beauty Pageant in India in the following cities for Messrs. ASK Miss India, who is a registered person located in Mumbai. Okay. ഇയാളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, മുംബൈയിലുള്ള. സിറ്റി ന്യൂ ഡൽഹി, ചെന്നൈ, മുംബൈ ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ്? ഇഫ് കോൺട്രാക്ട് സ്പെസിഫൈസ് ക്ലിയർ ഡീറ്റെയിൽസ്. Find the place of supply if contract specifies lump sum amount of 45 crores. രണ്ട് കേസ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? മിസ്റ്റർ റോയ്സ് ഗ്രൂപ്പ് ഒരു ഇവന്റ് ഓർഗനൈസർ ആണ്. അയാള് ന്യൂഡൽഹിയിലാണ് ഉള്ളത്. ഇയാൾ എന്ത് ചെയ്തു? ഒരു മിസ് ഇന്ത്യ കോൺടെസ്റ്റ് നടത്തി. ഓക്കെ. മെസ്സേഴ്സ് ASK മിസ് ഇന്ത്യ. അയാൾ എന്താണ്? അയാൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾ എന്താ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, മുംബൈയിലാണ് അയാൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് 48 പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു. 50 കോടിയല്ലേ ടോട്ടൽ ഫീസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ഫീസിനെ കോൺട്രാക്റ്റിലെ സ്പെസിഫിക്കലി ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? എത്ര ഡേയ്സ് നടത്തി എന്നുള്ളത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തരും ഏതിന്റെ പ്രൊപ്പോർഷനിലാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഈ കേസിൽ എങ്ങനെ ചെയ്യാം? 50 × 12/50 അല്ലേ? അല്ലേടോ? If contract specifies clear details. ക്ലിയർ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. 50 കോടിയാണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ 50 കോടിയാണ് തന്നിട്ടുണ്ട്. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രൊപ്പോർഷനിലാണ്, ഇതാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 50 കോടിയാണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യും? കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹി 12 കോടി, ചെന്നൈ പ്ലേസ് ഓഫ് സപ്ലൈ, മുംബൈ പ്ലേസ് ഓഫ് സപ്ലൈ, അങ്ങനെയല്ലേ പ്ലേസ് ഓഫ് സപ്ലൈയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെയാടാ? ന്യൂഡൽഹി അല്ലേ ഇവന്റ് ഓർഗനൈസർ? ന്യൂഡൽഹി അല്ലേ ഇവന്റ് ഓർഗനൈസർ? ഏത് സിറ്റിയിലാണ്? അതായത് സിറ്റികളും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം ന്യൂഡൽഹി 12 കോടി. ലൊക്കേഷൻ ഓഫ് സപ്ലയർ ന്യൂഡൽഹി, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ് റെസ്പെക്റ്റീവ് ഇവന്റ് നടന്നത്? ന്യൂഡൽഹി. അപ്പൊ ആ കേസിൽ രണ്ടും ഡൽഹി ആണെങ്കിൽ ഏതാ വരിക? രണ്ടും ഡൽഹി ആണെങ്കിൽ ഏതാ വരിക? CGST SGST അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായണോ ഫസ്റ്റ്? ഓക്കെ ആണോ? ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് പ്രകാരം, ഓക്കെ, ഇവന്റ് നടക്കുമ്പോൾ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം, അല്ല എങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം. ജനറലി നമുക്ക് ക്വസ്റ്റ്യനിൽ തരും എന്തിന്റെ ബേസിലാണ് പ്രൊപ്പോർഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 12 ഡേയ്സ്, 18 ഡേയ്സ്, 20 ഡേയ്സ്. അപ്പോ കോൺട്രാക്റ്റിൽ ക്ലിയർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കോൺട്രാക്റ്റിൽ കളർ ക്ലിയർ ആയിട്ട് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എങ്കിൽ ഈ പ്രകാരം അതാത് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടിട്ട് ഏതാണ് ടാക്സ് പേയബിൾ എന്ന് കാണാം. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് എന്താ? പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇഫ് കോൺട്രാക്ട് സ്പെസിഫൈസ് ലംസം എമൗണ്ട് ഓഫ് 48 കോടി. ആകെ മൊത്തം 48 കോടിയാ പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടി വരും? എങ്ങനെ ചെയ്യേണ്ടി വരും? ഡൽഹി എത്രയായിരിക്കും? ടോട്ടൽ ഫീസ് 48 കോടിയാണെങ്കിൽ, കോൺട്രാക്ടിന്റെ ടോട്ടൽ വാല്യൂ 48 കോടിയാണെങ്കിൽ 48 × 12/50 അത് എത്രയാ?
11/52. ചെന്നൈയോ? ആ കേസിൽ 11.52 എങ്ങനെയാണ്? IGST ആണോ, CGST, SGST ആണോ? CGST, SGST. രണ്ടാമത്തെ കേസ് ചെന്നൈ എത്ര വരും? മൂന്ന്. മൂന്നാമത്തെ കേസ് മുംബൈ. രണ്ടാമത്തെ കേസ് IGST ആണല്ലോ വരിക, ഡൗട്ട് ഒന്നുമില്ലല്ലോ. പിന്നെ മുംബൈ എത്ര വരും? 48 × 20/50. 19.2. ആദ്യത്തെ കേസിൽ ക്വസ്റ്റ്യനിൽ തന്ന തന്നെ കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതന്നെ. രണ്ടാമത്തെ കേസിൽ 48 കോടി പറഞ്ഞു. അപ്പൊ 11, 52, 17, 28, 19, 20 നിങ്ങൾ പറഞ്ഞ തന്നെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഏത് ഇവന്റിന്റെ കേസ്? ഇവന്റിന്റെ കേസിൽ അഡ്മിഷൻ ആണെങ്കിൽ ഏതാടാ? അഡ്മിഷൻ ആണെങ്കിൽ എവിടെ വെച്ചാണോ നടക്കുന്നത്. ഇനി അഡ്മിഷൻ അല്ലെങ്കിലോ? റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ, അങ്ങനല്ലേ? റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ അഡ്രസ്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എവിടെയാണോ നടന്നത്, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എവിടെയാണോ ലൊക്കേഷൻ, റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ. അത്രേ ഉള്ളൂ. എല്ലാം ഇന്ന് തന്നെ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം. ഓക്കെ. ഇനി മെസ്സേഴ്സ് നവത, എ ട്രാൻസ്പോർട്ടർ രജിസ്റ്റേർഡ് അണ്ടർ GST. മെസ്സേഴ്സ് നവത ഒരു ട്രാൻസ്പോർട്ടർ ആണ്, GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലൊക്കേറ്റഡ് ഇൻ വിജയവാഡയിൽ ലൊക്കേറ്റ് ചെയ്ത ആളാണ്. മിസ്റ്റർ C ലിമിറ്റഡ് ഓഫ് ചെന്നൈ registered under GST received services from Mr. Navada for transport of goods from its warehouse in Vijayawada to Guntur. എന്താ പറഞ്ഞത്? മിസ്റ്റർ സി, ചെന്നൈയിലുള്ള മിസ്റ്റർ സിക്ക് നവതര കയ്യിൽ നിന്ന് സർവീസ് ലഭിച്ചിട്ടുണ്ട്. എന്തിന്? അവരുടെ വിജയവാഡ വെയർഹൗസിൽ നിന്നും ഗുണ്ടൂരിലേക്ക് സാധനം അയക്കാൻ. ഓക്കെ. മിസ്സസ് നവത എന്ത് ചെയ്തു? മിസ്സസ് നവത, എ ട്രാൻസ്പോർട്ടർ രജിസ്റ്റേർഡ് അണ്ടർ GST located in Vijayawada. Mrs. C Limited of Chennai registered under GST received services from Mrs. Navada for transport of goods from its warehouse in Vijayawada to Guntur. Mrs. Navada delivered goods at Guntur. Find the place of supply of service and GST. സർവീസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈയും കാണണം, അതേപോലെ GST കാണണം. അപ്പോ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഏതായിരിക്കും? റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഏതായിരിക്കും? ചെന്നൈ അല്ലെ? ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? നവത. അത്രേ ഉള്ളൂ. ഇനി റെസിപ്പിയന്റ് നോട്ട് രജിസ്റ്റേർഡ് ആണെങ്കിലോ? നോട്ട് രജിസ്റ്റേർഡ് ആണെങ്കിൽ എവിടെ വെച്ചാണോ ഗുഡ്സ് കൈമാറിയത് അല്ലെ? എവിടെ വെച്ചാണോ ഗുഡ്സ് കൈമാറിയത്? എവിടെയാണ്? വിജയവാഡ. അപ്പോ ആ കേസിൽ CGST SGST ആരടയ്ക്കണം? മെസ്സേഴ്സ് നവത അടയ്ക്കണം. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ ചെന്നൈ.
മെസ്സേഴ്സ് നവതയാണ് ടാക്സ് അടയ്ക്കേണ്ട, IGST അടയ്ക്കണം. റെസിപ്പിയന്റ് നോട്ട് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, പ്ലേസ് ഓഫ് സപ്ലൈ വിജയവാഡ, എന്ത് ചെയ്യണം? CGST SGST അടയ്ക്കണം. ഓക്കെ. ഇനി Messrs DHL Courier is registered under GST and located in Mumbai. Messrs DHL GSTL രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മുംബൈയിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. Provided transportation of documents like a check, promissory note, pay order belonging to Mr. C of Chennai. Belonging to Mr. C of Chennai from Mumbai to Chennai. Find the place of supply of services in the following cases. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ സാധനം എന്തൊക്കെയാണ്? പ്രൊവൈഡഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ലൈക്ക് ചെക്ക്, പ്രോമിസറി നോട്ട്, പേ ഓർഡർ. ഗുഡ്സ് അല്ലല്ലോ. ഗുഡ്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഗുഡ്സ് മീൻസ് any movable property other than money and securities including actionable claims, growing crops, things and other things attached to the two workers ആണല്ലേ അത്. ഓക്കെ. അപ്പൊ ഈ കേസിൽ ഗുഡ്സ് അല്ല എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് കനോട്ട് ബി കൺസിഡർഡ് ഗുഡ്സ്. നമ്മളെന്താ ട്രാൻസ്പോർട്ടേഷന്റെ കേസാണ് പറയുന്നത് അല്ലെ. DHL കൊറിയർ ആണ്, കൊറിയർ സർവീസ്. കൊറിയർ സർവീസിന് ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? Mr. C രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ Mr. C ചെന്നൈ ആണ്, ഫ്രം മുംബൈ ടു ചെന്നൈ. മുംബൈയിൽ നിന്ന് ചെന്നൈയിലോട്ടാണ് സാധനം അയക്കുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ചെന്നൈ ആണോ? ഇനി Mr. C of Chennai is an unregistered person under GST. However, his address is available in the books of Messrs. DHL Courier. ബുക്സിൽ അവൈലബിൾ ആണെങ്കിൽ ചെന്നൈ. ഇനി അവൈലബിൾ അല്ലെങ്കിലോ? മുംബൈ. അത്രേ ഉള്ളൂ. തൽക്കാലം ഇത്രയും പോരെ? മതിയോ? ആവശ്യത്തിനായില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇന്ന് എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിക്കാം. ഓക്കെ. പിന്നെ ഇന്നലത്തെ ക്ലാസ് മിസ്സായവര് ഇന്നത്തെ ക്ലാസ്സിന് റെക്കോർഡിങ് കിട്ടില്ലേ? കിട്ടുന്നതാണല്ലോ. കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ ഇവരോട് ചോദിക്കുക. ഡൗട്ടൊക്കെ തമ്മിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ ഫുള്ള് വായിക്കാം. ഓക്കെ. Okay, bye. Have a good day.